السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان. സ്നേഹധരണീയരായ വിശ്വാസികളെ, സർവ്വലോക നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും റബ്ബിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനും നമുക്ക് അവസരം ഒരുക്കിയത് റബ്ബിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയ നോമ്പുകളും നമ്മൾ നിർവഹിച്ച ഇബാദത്തുകളും എല്ലാം റബ്ബ് അതിന്റെ പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഇന്ന് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നാഥനിലേക്ക് അടുക്കുക, റബ്ബിലേക്ക് അടുക്കുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ, ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ ആശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം പറയാനും നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഒരാളെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. പല മനുഷ്യർക്കും അങ്ങനെ ഒരാളില്ലാതെ പോകുന്നതാണ് ജീവിതത്തിൽ മടുപ്പുണ്ടാകാൻ, ആത്മഹത്യ ഉണ്ടാകാൻ, തളർന്നു പോകാൻ, ഒറ്റപ്പെട്ടു പോകാനൊക്കെ പല മനുഷ്യരും കാരണമായി പോകാറുള്ളത്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല എന്ന് ചിന്ത. അത് ഒരുപാട് മക്കളുള്ള വാപ്പമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല സമൂഹത്തിൽ ഏറ്റവും മാന്യനായ ഭർത്താക്കന്മാരുള്ള, അല്ലെങ്കിൽ ഉന്നതമായി നിൽക്കുന്ന രൂപത്തിൽ മാന്യന്മാരായിട്ടുള്ള പ്രിയതന്മമാരെ ലഭിച്ച ഭാര്യമാര് പറഞ്ഞു കേൾക്കാറുണ്ട്. സ്നേഹനിധിമരായ നമ്മൾ സമൂഹം കാണുന്ന പല സ്ത്രീകളായിട്ടുള്ള ഭാര്യമാരുള്ള ഭർത്താക്കന്മാര് പറഞ്ഞ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. മക്കള് പറയാറുണ്ട്, മാതാവ് ഇന്ന് ആരും മനസ്സിലാക്കുന്ന, ആരും ഉൾക്കൊള്ളണില്ല, എന്നെ അറിയണ ആര് ലോകത്തില്ല എന്ന് പലരും സങ്കടം പറയണം. അവിടെയാണ് നമുക്ക് നമ്മളെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം, പ്രിയമുള്ളവരെ, അത് ചെറുതല്ല. ഞാൻ കൂടുതൽ ആമുഖങ്ങളിലേക്ക് പോകാതെ നമ്മുടെ റബ്ബിനെ
നമുക്ക് അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി നമുക്ക് കാണാൻ സാധിക്കണമെന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ആശയമാണ്. നമുക്ക് നമ്മുടെ റബ്ബിനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട്, നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയാന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 156-ാമത്തെ ആയത്തിലുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹ് പറയുന്ന ഒരു വാചകമുണ്ട്, വൈദാ സഅലക ഇബാദി അന്നി. റസൂലേ, എന്റെ അടിമകൾ ആരാണ് അല്ലാഹ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, എന്നെ പറ്റി ചോദിച്ചാൽ, റബ്ബ് ആരാണ് നമ്മൾ ചോദിക്കൂല. ചിലപ്പോൾ നമ്മളെ കുട്ടികൾ ചോദിച്ചു തരും, ആരാണ് നമ്മൾ നിസ്കരിക്കണ്ടല്ലോ, നോമ്പ് വലിക്കണ്ടല്ലോ, ആർക്ക് വേണ്ടി നമ്മൾ പഠിച്ചതിന് വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് വലിക്കണ്ടോ, അപ്പൊ ആരാണ് അല്ലാഹ്? നമുക്ക് അനുഭവിക്കാൻ ആരാണ് അല്ലാഹ് എന്ന ചോദ്യത്തിന് അല്ലാഹ് നൽകുന്ന മറുപടി എന്താണെന്നറിയോ? എന്റെ അടിമകൾ ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ, അല്ലാഹ് ആരാണെന്ന് ചോദിച്ചാൽ റസൂൽ നീ കൊടുക്കേണ്ട മറുപടി എന്താണെന്നറിയോ? ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് ഏറ്റവും ഖരീബായിട്ടുള്ളതാണ്. ഖരീബ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഏറ്റവും അടുത്ത ആള്, ഏറ്റവും ക്ലോസ് ആയ വ്യക്തിയാണ്. നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? അത്രയേറെ ക്ലോസ് ആയി നമ്മോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ചില്ലുംകൂട്ടിൽ ഇട്ട് വെച്ചതോ ഏതെങ്കിലും മാസത്തിലോ വർഷത്തിലോ മാത്രം തുറന്ന് നമുക്ക് കാണാവുന്ന ആളുമല്ല. റബ്ബ് നമ്മൾ ഏതെങ്കിലും നമുക്ക് അടുക്കാൻ പറ്റാത്തതോ ഏതെങ്കിലും വലിയ പുരോഹിതന്മാർക്കോ പണ്ഡിതന്മാർക്കോ മാത്രം അടുക്കാൻ പറ്റുന്ന ഒരാളല്ല ഇസ്ലാമിലെ റബ്ബ്. ഏതൊരു അടിമക്കും ചേർന്ന് നിൽക്കാവുന്ന, എപ്പോഴും ആ റബ്ബിലേക്ക് അടുക്കാവുന്നവനാണ്. ഖരീബാണ് നമ്മുടെ അല്ലാഹ്, അടുത്തു നിൽക്കുന്നവനാണ് എന്ന് റബ്ബ് പറഞ്ഞു. അവൻ ചോദിക്കുന്നതൊക്കെ ഞാൻ നൽകാൻ ഞാൻ തയ്യാറാണ്. ചോദിച്ചോ, തരാൻ നിൽക്കുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന റബ്ബാണ്. ഇങ്ങനെയാണ് റബ്ബ് സ്വയം പരിചയപ്പെടുത്തിയത്. പ്രിയമുള്ളവർ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് ഈ റബ്ബിനെ ഇങ്ങനെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെ? എന്റെ അടുത്തതായിട്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്ന റബ്ബായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ മാത്രമല്ല പറഞ്ഞത്, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട്. അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാണ്. നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, എന്നെ അറിയുന്ന റബ്ബ്. ഞാൻ ചിലപ്പോ നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്ക്, അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറയണത് മനസ്സിലാവും. ചിലപ്പോ ഞാൻ കരഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എനിക്ക് സങ്കടം ഉണ്ടെന്ന്. എനിക്ക് ചിലപ്പോ ഞാൻ തൊള്ളർന്ന് പറയുന്ന വിഷമങ്ങൾ അത് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷേ എന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും അറിയുന്ന റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വല്ലാത്തൊരു സത്യമാണ്. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. കാരണം ആരെന്നെ മനസ്സിലാക്കിയിട്ടെങ്കിലും എന്റെ റബ്ബിനെ മനസ്സിലാക്കി, എന്റെ അല്ലാഹ് കാണുന്നുണ്ട്. പിന്നെ പലരും തെറ്റിദ്ധരിച്ചേക്കാം, പലരും കുത്തുവാക്ക് പറഞ്ഞേക്കാം, എന്റെ പേരിൽ പല ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം. സാരമില്ല, പക്ഷേ എന്റെ അല്ലാഹ് അറിയണ്ടല്ലോ. അതാണ് അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. ഈ അള്ളാനെയാണ് എന്ത് ചെയ്യണത്? നമ്മുടെ സമൂഹം വിട്ടുകൊണ്ടുപോകണം. ഇവിടുത്തെ പൗരോഹിത്യം ഈ അള്ളാന്റെ അടുത്തുനിന്ന് വിശ്വാസികൾ അകറ്റിക്കൊണ്ടുപോവാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യണത്? അള്ളാന്റെ അടുത്തേക്ക് നമുക്ക് നേരെ എത്തൂല കേട്ടോ. നമുക്കിടയിൽ ആൾക്കാർ വേണം, ഔലിയാക്കന്മാര് വേണം, ഖബർമാനം ഔലിയാക്കന്മാര് വേണം, അതുപോലെ ബിവിമാര് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമുദായത്തെ അല്ലാഹുവിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അല്ലാഹ് പറഞ്ഞു, എന്നോട് ചോദിച്ചു ഞാൻ തരാം, ഞാൻ നിങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞ റബ്ബിന്റെ ഇടയ്ക്ക് നമുക്കൊരാൾ ആവശ്യമുണ്ടാവും? ഇല്ലല്ലോ. ഇപ്പൊ നോക്കി, പിന്നെ എനിക്ക് നല്ല ഏറ്റവും ആത്മമിത്രം, ഞാനും ഇദ്ദേഹം ഏറ്റവും ആത്മസുഹൃത്താണെന്ന് കരുതിക്കോളും. എനിക്കൊരു 1000 രൂപയുടെ ആവശ്യമാണ്. ഞാനിത് ഇദ്ദേഹത്തോട് നേരിട്ട് ചെല്ലും. എനിക്ക് എത്ര സുഹൃത്ത് എന്ത് വേണേ ചോദിച്ചു എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ്. എനിക്ക് എന്ത് ആവശ്യം എന്നോട് ചോദിച്ചോണ്ട് കേട്ടോ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ട് ഞാൻ മൂപ്പരോട് നേരിട്ട് ചോദിക്കാതെ മൂപ്പരോട് പറയാം, നിങ്ങളെ ചങ്ങായിയല്ലേ മൂപ്പരോട് എനിക്ക് ഒരു 1000 രൂപ മേടിച്ചു തരും. എന്നിട്ട് ഇയാൾ ചെന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു 1000 രൂപ മൂപ്പര് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ പറയുമ്പോ ഇദ്ദേഹത്തിന് സന്തോഷമാണോ ഉണ്ടാവുക, സങ്കടം ഉണ്ടാവുക? ഇതിന്റെ ഇത്ര അടുത്തൊരാളായിട്ട് അയാൾക്ക് എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോരായിരുന്നോ? ഞാൻ കൊടുക്കിയിരുന്നല്ലോ. ഇങ്ങനെ അല്ലാഹ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ചോദിച്ചു ഞാൻ തരാന്ന് പറഞ്ഞ റബ്ബിന് നമുക്ക് പോരാ. അതിനിടയിൽ മുമ്പർത്തങ്ങൾ വേണം, ഒരു മൊയ്തീൻ ശൈഖ് വേണം, ഒരു ഹക്ക് ജാവ് പറഞ്ഞത് വേണം. അതിന് ആവശ്യമുണ്ടാവും? നമുക്ക് നേരിട്ട് ചോദിച്ചാൽ മതിയല്ലോ.
ഇതാണ്, ഇവിടെയാണ് നമ്മൾ നാഥനിലോട്ട് അടുക്കണം എന്ന് പറയാം. നമുക്ക് അടുക്കാം, നമ്മളെ റബ്ബിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ് പല ആളുകളും. അല്ല, നമ്മുടെ റബ്ബ് അത്രമാത്രം അടുത്തതാണ്. എന്റെ എല്ലാ സങ്കടങ്ങളും, എന്റെ എന്ത് ആവശ്യങ്ങളും എനിക്ക് മനസ്സ് തുറന്ന് ചോദിക്കാൻ എന്റെ റബ്ബ് ഉണ്ടാകുമ്പോ ഞാൻ എന്തിനു നിരാശപ്പെടണം, ഞാൻ എന്തിനു സങ്കടപ്പെടണമെന്ന ചിന്ത പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട, മനസ്സിലാവേണ്ട, തിരിച്ചറിയേണ്ട കാര്യം എന്നുള്ളതാണ്. നോക്കൂ, ഇനി ചരിത്രത്തിലേക്ക് നമ്മൾ വന്നു നോക്കും. ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ എന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, എന്റെ ഏറ്റവും അടുത്ത എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, ആ റബ്ബിനോട് ഏറ്റവും ചേർന്നാണ്, അടുത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ആശ്വാസം എന്താ? ഇവിടെ ഇരിക്കുന്നതിന്റെ മുന്നിൽ ഇരിക്കുന്ന കൂടുതൽ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ റബ്ബ് എന്റെ ഏറ്റവും അടുത്തായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത്ര കാലം ജീവിച്ചതിനിടയ്ക്ക് നമ്മൾ മുഅ്മിനീങ്ങളായി മുവഹ്ഹിദീങ്ങളായി ജീവിക്കാൻ പറ്റിയിട്ട് ഞാൻ അന്ന് ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ, ഞാൻ അന്ന് രോഗിയായി കിടന്ന സന്ദർഭത്തിൽ, ഞാൻ അന്ന് ആകെ തളർന്നു പോയ ഘട്ടത്തിൽ, ഞാൻ അന്ന് സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിന്ന ഘട്ടത്തിൽ എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് വല്ലാതെ അനുഭവിക്കാൻ സാധിച്ചിരുന്നു എന്ന് പറയാവുന്ന ഒരു നിമിഷമെങ്കിലും ഇത്ര കാലത്തിനകത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ചിലരെങ്കിലും ഉണ്ടാവും, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും, ജീവിതത്തെ കുറിച്ച് വളരെ നിരാശയോടുകൂടി ജീവിക്കുന്ന കുറെ മനുഷ്യർ. നിത്യമായ പരീക്ഷണങ്ങൾ കൊണ്ട്, പല പല പരീക്ഷണങ്ങൾ, രോഗങ്ങളാവാം, ബിസിനസ്സിലെ തളർച്ചകളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, മാനസിക സംഘർഷങ്ങളാകാം, പലതരത്തിലുള്ളതാകാം. എന്താ റബ്ബേ എനിക്ക് മാത്രം ഇങ്ങനെ, എന്നെന്താ മനസ്സിലാക്കാതെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടങ്ങാനാണ് പല മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് ആശ്വാസമാകുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്ത് പരിചയപ്പെടുത്തി തരട്ടെ. സൂറത്തുൽ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. ചില ജീവിതത്തിലെ ചില സന്ദർഭങ്ങളൊക്കെ കാണുമ്പോ, ചില സാഹചര്യങ്ങളൊക്കെ കടന്നു പോകും, നമുക്ക് പടച്ചോനെ ഇനി രക്ഷയില്ലല്ലോ, ഇരുട്ടിങ്ങനെ മൂടി, ഒരു വെളിച്ചത്തിന്റെ ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ പോലും ഇല്ലാതെ ജീവിതം ഇരുട്ട് മൂടി നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. അല്ലാഹു പറയാണ് ആ ലൊഹ തന്നെയാണ് സത്യം, പൂർവാഹനം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ആ രാത്രി ഇരുട്ട് മൂടി വരുമ്പോ, അതായത് രാത്രിയിൽ ഇരുട്ട് കാണുമ്പോ പഠിച്ചോൻ ഇനി നേരം വെളുക്കൂലേ തോന്നി പോകുമാറി ഇരുട്ട്. ചില ജീവിതത്തിലെ സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോൾ പഠിച്ചോൻ ഇതിന് എങ്ങനെ കഴിച്ചിലാവാം, ഒരാൾ അസുഖം മാറിയിട്ടില്ല, അപ്പോത്തിന് അടുത്തൊരാൾക്ക് പ്രയാസം, ഒരു ബിസിനസ് എങ്ങനെയോ കര കയറ്റിക്കൊണ്ടിരുന്ന എങ്ങനെയൊക്കെ മറ്റൊരു പൊളിഞ്ഞു പോയി, എനിക്കാണെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ പല പ്രയാസങ്ങൾ എന്നിങ്ങനെ ഒന്നിന്റെ മേൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേ നിൽക്കുന്ന ഘട്ടം എന്താണെന്ന് അറിയില്ല. അല്ലാഹു പറഞ്ഞ വാചകം വെളിച്ചം വരും, വെളിച്ചം വരും, ഇരുട്ട് മാറിയിട്ട് വെളിച്ചം വരുന്നത് പോലെ നിങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറിയിട്ട് എളുപ്പമുണ്ടാകുന്ന കാലം വരും. അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. നിങ്ങൾ നെഞ്ചിലെങ്ങനെ കുത്തി വെച്ചോളി. നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നോടൊരു ഈർഷ്യതയുമില്ല. ചിലർക്ക് തോന്നുന്നു എന്തെന്താ മനസ്സിലാക്കാത്ത, ഇന്നത് റബ്ബ് പരിഗണിക്കാതെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല. നമ്മൾ ആരും നിരാശപ്പെടേണ്ട, റബ്ബ് നമ്മളെ കൈവിട്ടിട്ടില്ല. നിന്നോടൊരു ദേഷ്യമില്ല റബ്ബിന്. ഈ ഒരു വാചകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ചില കാര്യങ്ങൾ ചിലപ്പോൾ ദുനിയാവിൽ കിട്ടൂല, നമ്മൾ കഠിനമായി ആഗ്രഹിച്ചിട്ടുണ്ടാകും, പരിശ്രമിച്ചിട്ടുണ്ടാകും, ചിലത് നമുക്ക് കിട്ടൂല. ചിലത് നമുക്ക് ദുനിയാവിനേക്കാൾ പരലോകത്തെക്കാൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ചിലത് പടച്ചോണ്ട് ദുനിയാവ് തന്നെ തരും, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ. നിന്റെ റബ്ബ് നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ തരും. അപ്പൊ നിനക്ക് സന്തോഷമാവും, തൃപ്തിയാവും. ഇപ്പൊ നോക്കിയാൽ അസുഖമായിരിക്കെ, ഇപ്പൊ തോൽവിയായിരിക്കെ, ഇപ്പൊ നഷ്ടമായിരിക്കെ, ഇപ്പൊ ഇടങ്ങേറായിരിക്കെ, സാരമില്ല, ഇതൊക്കെ മാറിയിട്ട് സന്തോഷം വരുന്ന, വിജയം വരുന്ന, സമാധാനം വരുന്ന, ആരോഗ്യം വരുന്ന ദിവസങ്ങൾ വരാനുണ്ട്. നിന്റെ റബ്ബ് നിനക്ക് തരും, അപ്പൊ നിനക്ക് തൃപ്തിയാവും. ഈ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകും. ഇത് ആരോടെ പറഞ്ഞെന്ന് അറിയാമെങ്കിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നമ്മൾ വിചാരിക്കണം നമുക്കാണ് ഏറ്റവും വലിയ ഇടങ്ങേറ്. നമ്മൾക്ക് ആർക്കെങ്കിലും ജനിക്കുമ്പോ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയ എത്ര പേരുണ്ട് കൂട്ടത്തിൽ? യതീമായി ജനിക്കേണ്ടി വന്ന ആരെങ്കിലും ഉണ്ട് കൂട്ടത്തിൽ?
നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ജനിച്ച ഒരാളാണ്. ഉപ്പില്ലാതെ ജന്മം. എന്താണ് ആ സങ്കടം? ആ സങ്കടം നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്. നമ്മൾ പറയാം നമുക്ക് വലിയ ഇടങ്ങേറ്. ജനിച്ച് കുറച്ച് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ആകപ്പാട് ഒരു പുന്നോമൻ ഉമ്മയാണ്. ആ ഉമ്മ 6 വയസ്സാകുമ്പോൾ ഉമ്മ മരിച്ചു പോവാ. നമുക്കുണ്ടോ അങ്ങനത്തെ സങ്കടം? ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ പറയണം, നമ്മളാണ് ഏറ്റവും വലിയ ഇടങ്ങേറ് സഹിച്ച ആൾക്കാര്. ഉമ്മ ഉപ്പി ചെറിയ കുട്ടിയായിരിക്കും തന്നെ ഉമ്മയില്ല ഉപ്പില്ല എത്തീമിന്റെ അങ്ങേ തല ആ സങ്കടങ്ങളെല്ലാം പേര് ഹബീബ്. നമ്മൾ പറയാണ് ആ നബിനോടെന്ന് പറഞ്ഞത് മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്നെ കൈവിട്ടിട്ടില്ല. തീർന്നോ? പിന്നീട് അങ്ങോട്ട് വളരുന്ന ഓരോ ഘട്ടങ്ങൾ നോക്ക് നിങ്ങൾ. കൂടെ പിറപ്പുണ്ടായിരുന്ന തന്റെ പിതൃവേ, തന്റെ വല്യപ്പ വേണ്ടപ്പെട്ടു പോവല്ലേ. വളർന്നു വരുന്ന ഘട്ടത്തില് ജീവിച്ചിരിക്കെ തന്റെ 3 ആൺകുട്ടികള് മരിക്കണ കാഴ്ച കാണേണ്ട ഒരു വാപ്പാന്റെ സങ്കടം എത്ര. നമ്മൾ ജീവിച്ച ഒരു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മക്കൾ മരിക്കുക എന്ന് അതിനത്ര സങ്കടമുള്ള കാര്യം വേറെ ഇല്ല. 3 ആൺകുട്ടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയത്. നമ്മൾ പറയണം നമുക്കാണ് ഇത് സങ്കടം അല്ലേ. റസൂലുള്ളാഹി ഏറ്റവും പ്രിയതമായ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോവാ. ഇത് പ്രിയതമ മരിച്ചു പോവാ. താങ്ങായി തണലായി ഖദീജ റളിയല്ലാഹു അൻഹ. നമ്മൾ പറയണം നമുക്കാണ് സങ്കടം അല്ലേ. താൻ അത്രമേൽ സ്നേഹിച്ചു തന്നെ നാട്ടുകാർ അല്ലമീൻ എന്ന് പൊന്നുപോലെ കൊണ്ടുവന്ന നാട്ടുകാര് ആ നാട്ടിൽ നിന്ന് പുറത്താക്കുക. നമുക്ക് അങ്ങനത്തെ ഇടങ്ങേറുണ്ടായിരുന്നു. നമ്മൾ പറയണം നമുക്കാണ് ഇടങ്ങേറ്. റബ്ബ് കൊടുത്തില്ലേ, അതിന് പകരമായിട്ട് റബ്ബ് നൽകിയിട്ടുണ്ട്. സ്നേഹിക്കാൻ അങ്ങാട് സഹാബികളെ കൊണ്ട് റസൂലുള്ളാഹി വല്ലാണ്ട് റബ്ബ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ആയത്തുകൾ നോക്കി നിങ്ങൾ ഒക്കെ അതാണ് ഞാൻ പറയുന്നത്. ആ രൂപത്തിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് റബ്ബിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. നിരാശപ്പെട്ടു പോകരുത്. നമ്മൾ ആയത്തുകളെ ഉള്ളിൽ നമ്മൾ ചേർത്തോണം. ആയത്ത് കേവലം ഓടിപ്പോകാനുള്ള ജീവിതത്തിലേക്ക് നമുക്ക് അങ്ങനെ കൂട്ടായി നിൽക്കണം. നമ്മൾ തളർന്നു പോകുമ്പോ, ഒറ്റപ്പെട്ടു പോകുമ്പോ റബ്ബ് നമ്മുടെ കാതിൽ വന്ന് പറയുന്നത് പോലെ നിന്റെ റബ്ബ് നിനക്ക് വൈകി തരൂട്ടോ, നിരാശപ്പെടണ്ട, പേടിക്കണ്ട, നമുക്ക് സന്തോഷമാവും എന്ന് നമുക്ക് തോന്നാൻ നമുക്ക് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല നോക്കൂ, നമ്മൾ മുന്നോട്ട് പോവാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിന്റെ സാമീപ്യം നേടിയെടുക്കുക, ആ നാഥനിലേക്ക് അടുക്കുക എന്നാണ് വിശ്വാസികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേ നിൽക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യബ്തഊന ഇലാ റബ്ബിഹിൽ വസീല അയ്യുഹുൽ അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ. അതെ, യബ്തഊന ഇലാ റബ്ബിഹിൽ വസീല, അവരെപ്പോഴും വിശ്വാസികളായ റബ്ബിങ്കിലേക്ക് എങ്ങനെ അടുക്കാമെന്ന് അവരെപ്പോഴും അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. റബ്ബിലേക്ക് എങ്ങനെ അടുക്കാന്ന്, റബ്ബിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാന്നുള്ളതല്ല, പള്ളിക്ക് എങ്ങനെ പോകാതിരിക്കുക എന്നുള്ളതല്ല, സകാത്ത് എങ്ങനെ നൽകാതിരിക്കുക എന്നുള്ളതല്ല, റബ്ബിലേക്ക് എങ്ങനെ അടുക്കാമെന്ന് അവർ അന്വേഷിക്കുന്നവരായിരിക്കും. അയ്യുഹും അഖ്റബ്, അവർ ഏറ്റവും റബ്ബിലേക്ക് ഏറ്റവും നന്നായി എടുക്കുന്നവരാണ്. അള്ളാഹ് വിശദീകരിച്ചു, യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് റബ്ബിനോട് ഏറ്റവും അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളായിട്ട് മാറാൻ പ്രിയമുള്ളവർ നമ്മൾ ശ്രമിക്കണം. ആ വസീലകൾ എന്തൊക്കെയാണ്? ഏത് വസീലയാണ് നമ്മൾ റബ്ബിലേക്ക് സ്വീകരിക്കേണ്ടത്? റബ്ബിലേക്ക് അടുക്കാൻ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം നമ്മൾ ഓർക്കണം നല്ലതാണ്. സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് മറിയമിന്റെ 52-ാമത്തെ ആയത്ത്, വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമൻ, സീനാ പർവതത്തിന്റെ വലതുഭാഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ കുറിച്ച് വിളിച്ച സന്ദർഭം, മൂസാ നബി റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ച സന്ദർഭം, വഖറബ്നാഹു നജിയാ, നാം അവനോട് ഏറ്റവും ചേർന്ന് നിന്ന് സ്വകാര്യ സംഭാഷണം നടത്തിയ നിമിഷം മൂസാ നബിയെ ചേർത്ത് പിടിച്ച സന്ദർഭം റബ്ബ് മൂസാ നബി അലൈഹി സ്വലാമയോട് ആ അടുപ്പം കാണിച്ചു. ആ അടുപ്പം മഹാനായ മൂസാ നബി അലൈഹി സ്വലാമക്കും തോന്നിയിട്ടുണ്ടായിട്ടുണ്ട്. വെറുതെ വാചികമായിട്ട് പറയില്ല. പിന്നീട് ചരിത്രം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ, ആ സമയത്ത് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, قال ربنا إنا نخاف أن يفرط علينا أو أن يطغى. റബ്ബേ, ആ ഫിറഔൻ അവന്റെ കയ്യിൽ അധികാരമുണ്ട്, സർവമാന സൈനിക ശക്തി അവനുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും അവന്റെ കയ്യിലാണ്, അവൻ ഞങ്ങൾക്കെതിരെ അതിക്രമം പ്രവർത്തിക്കുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട് റബ്ബേ എന്ന് മൂസാ നബി പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹ് കൊടുക്കുന്നൊരു വാക്കുണ്ട്. ഖാല ലാ തഖാഫാ, മൂസാ, ഹാറൂൻ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനി മഅകുമാ,
ഇന്നനി മഅകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞാനുണ്ട്, അല്ലാഹ് ഉണ്ട് നിങ്ങളെ കൂടെ. അതിന്റെ അത്ര കരുത്തുള്ള വാക്ക് പിന്നെ ഏതാ? ശേഷം പറയാണ് അസ്മഉ വ അറാ, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കേൾക്കുന്നത്, ഒന്നും പോയിക്കാണ് ഞാൻ ഉണ്ട് കൂടെ. ഇങ്ങനെ സ്ട്രോങ് ആയ ഒരു മനുഷ്യൻ നമ്മ കൂടെ പറഞ്ഞാൽ അവർക്ക് എന്തൊരു കരുത്താകരം. ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരു പൈസക്കാരൻ ഒരാള്, അതുപോലെ രാഷ്ട്രീയമായി സ്വാധീനമുള്ള ഒരാള്, അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ലൊരു ഡോക്ടർ, ഇങ്ങനെയൊക്കെ നമുക്ക് പരിചയത്തിലുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നും പേടിച്ചണ്ട, ഞാൻ കൂടെ എന്നൊരാൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊരു ആശ്വാസകരം നമുക്ക്. ഇതുപോലെ അള്ളാഹ് പറയാണെന്ന്, ഇന്നനി മഅകും, നിങ്ങളെ കൂടെ ഞാൻ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട. എന്നിട്ടോ ഓക്കെ, കേവലം വാചകമായിട്ട് ഉൾക്കൊണ്ടതല്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിക്കുകയാണല്ലേ. ഫിറൗന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ വിശ്വാസികളെയും കൂട്ടിയിട്ട് ഇസ്രായേലിനെയും കൂട്ടിയിട്ട് ഓടി രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ മുന്നിൽ നിന്ന് നിൽക്കുകയാണ്. ഇനി ഓടാൻ സ്ഥലമില്ല. ഫിറൗനും കൂടെ ഏത് നിമിഷം പിന്നിലെത്തിക്കൊണ്ടേ നിൽക്കുകയാണ്. മുന്നിലേക്ക് ഇനി ഓടാൻ സ്ഥലമില്ല. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞില്ലേ എന്താണ്? അവര് പറഞ്ഞു, നമ്മളിപ്പോ പിടികൂടും, നമ്മളിപ്പോ പിടിക്കും, കാരണം ഇനി ഓടാൻ സ്ഥലമില്ലല്ലോ. അവരെല്ലാവരും ഇവിടെ എത്തിപ്പെടുകയും ചെയ്തു. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കുണ്ട്, ഇല്ല കേട്ടോ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കും. അത് അല്ലാഹ് കൊടുത്ത ഉറപ്പാണ്, നിങ്ങളെ കൂടെ റബ്ബുണ്ട് എന്നാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരും പറഞ്ഞ വാക്കാണ് എന്ത്? നമ്മുടെ റബ്ബ് പറഞ്ഞതാണ്, ഞാൻ അവന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഈ കൂടെയുള്ള നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കുടുങ്ങണ ഘട്ടത്തില് സാമ്പത്തികമായിട്ട് ഇടങ്ങേറായി നിൽക്കാൻ, അപ്പോഴാണ് ആരൊക്കെ വന്ന് പറഞ്ഞത് അവിടെ കുറച്ച് പലിശക്ക് പണം എടുത്തോ. നമ്മൾ പറമാണ്ട, ഞാൻ എടുക്കണില്ല, കാരണം ഹറാമാണ്, പടച്ചോളിനെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? കുട്ടികളില്ലാതെ ഇടങ്ങേറായിക്കൊണ്ട് ഒരുപാട് ചികിത്സിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടാണ് ആ സമയത്ത് പറഞ്ഞത്, ആ ജാറത്തിങ്ങ പോയിട്ട് ഞങ്ങൾ അയൽവാസിയായ താത്താക്ക് അവിടെ പോയിട്ട് എന്തോ ഒരു നേർച്ച അർപ്പിച്ചിട്ട് കുട്ടി ഉണ്ടായിക്കണേ, ഇതൊന്നും പോയോക്ക് എന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഈമാൻ നമ്മുടെ ഉള്ളിൽ കയറണം. അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്റെ റബ്ബ് എനിക്ക് തരും. മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്കും അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാമുക്കും ഒക്കെ സന്താനങ്ങൾ നൽകിയ റബ്ബാണ് എന്റെ റബ്ബ്. എനിക്ക് റബ്ബ് തരും. സാമ്പത്തികമായി പ്രയാസം ഇറങ്ങിയാറായിക്കൊണ്ടേ നിൽക്കാൻ ആരോ പറയാണെന്ന്, എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, വിജും പോയോക്കാ തങ്ങളുടെ അടുത്തേക്ക്, വിജും പോയോക്കാ ജോത്സ്യന്റെ അടുത്തേക്ക് എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയാൻ നമുക്ക് കാരണമാകുന്നത് എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്നുള്ളതാണ്. അതാണ്, അവിടെയാണ് ഇന്നമായ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് എന്ന് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയേണ്ടത്. അത് പറയാതിരിക്കും. നമ്മളെ സമൂഹത്തിൽ പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ പറയല എന്താണെന്നറിയോ? എന്തിനാണ് ഈ മമ്പർത്തങ്ങളും മൈദേശിയും ഇതിനൊക്കെ അടുത്തൊക്കെ പോണതെന്ന് ചോദിച്ചാൽ ഒരു പറയല്, ഞങ്ങൾ ഓരോ അള്ളാഹിനെ കാണാനൊന്നല്ല, മറിച്ച് അള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയല്ലേ. അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയല്ലേ. ഇതേ നമ്മുടെ നാട്ടിൽ വെറുതെ വിശ്വാസമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമർ 3-ാമത്തെ ആയത്ത് നമ്മൾ ഓതി കൊടുക്കേണ്ട ആയത്ത് നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്. ഏതാണ് ആയത്ത്? സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനി ഔലിയാ, അള്ളാഹിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇതിനുള്ള പ്രോത്സാഹിപ്പിച്ചോ? ഇല്ല. ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുത്തിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഏതെങ്കിലും അമ്പിയാക്കന്മാരോട് ദുആ ചെയ്തിട്ടോ പൂർവികരായ മഹാത്മാക്കൾ പ്രാർത്ഥിച്ചിട്ടോ അങ്ങനെ ഒരു മാതൃക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരോ നടത്തിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അവിടെയാണ് എന്ത് മാർഗത്തിലൂടെയാണ് പിന്നെ നമ്മൾ റബ്ബിങ്കിലെ ആ സാമീപ്യം നേടിയെടുക്കാൻ പറ്റുക, ആ റബ്ബിന്റെ ഖുർബത്ത് നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുക പ്രിയമുള്ളവരെ? അത് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. അഖ്ബിർനി ബിമാ യുഖർരിബൂനനി മിനൽ ജന്ന, റസൂലേ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന റബ്ബിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരൂ റസൂലേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നത് വയുബാഇദുനി മിനൻ നാർ, നരകത്തിൽ ഞങ്ങളെ കഴിച്ചിലാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് വയുജീബു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി നഅബുദുല്ലാഹ്, തഅബുദുല്ലാഹ്, നീ അല്ലാഹനെ മാത്രം ആരാധിക്കലാണ്.
അള്ളാഹനെ മാത്രം ആരാധിക്കാം. വലാ തുശ്രിക ബിഹി, അവനിൽ ഒരാളെ പങ്കു ചേർക്കാതിരിക്കുക, ശിർക്ക് ചെയ്യാതിരിക്കാം. വതുഖീമു സ്വലാത്ത്, നമസ്കാരം നിലനിർത്തലാണ്. വതുദിയ സകാത്ത, സകാത്ത് നൽകലാണ്. വതസിലു റഹ്മ, കുടുംബബന്ധം ചേർക്കലാണ്. ഇതിലൂടെയാണ് റബ്ബിലേക്ക് നമുക്ക് ചേരാൻ മാർഗമുള്ളത്. ഏറ്റവും സുപ്രധാനമായത് അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ശിർക്ക് വന്നുപോയ ആ റബ്ബിന്റെ സാമീപ്യം നമുക്ക് മുറിഞ്ഞുപോയി. അതില്ലാതിരിക്കാൻ വളരെ ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത് നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ ഈ പരിശുദ്ധമായ റമദാൻ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. എങ്ങനെയാണ് റമദാൻ നമ്മളെ സഹായിക്കുന്നത്? അത് തഖ്വയുള്ളവരാവുന്നതിലൂടെയാണ്. തഖ്വയുള്ള ആളുകൾ തീർച്ചയായിട്ടും നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് ആ റബ്ബിന്റെ ചാരത്തായിരിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിന്റെ 54-55 ആയത്താണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വനഹർ, തീർച്ചയായിട്ടും മുത്തഖീങ്ങളായ ആളുകൾ നാളെ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ അരുവികളിലായിരിക്കും. ഫീ മഖ്അദി സുദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, ആരുടെ അടുത്താണ്? ഫീ മഖ്അദി സുദ്ഖിൻ, സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ, ഇന്ദ മലീകിൻ മുഖ്തദിർ, ശക്തനായ രാജാവിന്റെ മലീക്കിന്റെ അടുത്തായിരിക്കും അവർ. ആര്? മുത്തഖീങ്ങളായ ആളുകൾ. പ്രിയമുള്ളവർ, ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അത്തരത്തിൽ മുത്തഖീങ്ങളായി മാറാൻ നമ്മളെ സഹായിക്കുന്നതാണ്, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നോറ്റ് എന്തിനാ? ആ തഖ്വ ഉണ്ടാവാനാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് 4 നോമ്പായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് ആ തഖ്വ നമുക്ക് ആവശ്യമായ രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ? എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? നമ്മളോട് റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി യാതൊരുവിധ പോരായ്മകളും വീഴ്ചകളും ഇല്ലാതെ നിർവഹിക്കാൻ നാം കാണിക്കുന്ന സൂക്ഷ്മത, അതുണ്ടായിട്ടുണ്ടോ? ഒന്ന്, റബ്ബ് നിഷിദ്ധമാക്കിയ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സൂക്ഷ്മത, അതുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേതാണ് ഫർളായ ജമാഅത്തുകളുടെ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പതിവായി ചെയ്തുകൊണ്ടിരുന്ന പല ഹറാമുകൾ ഉണ്ടായിരുന്നല്ലോ. ആ ഹറാമുകൾ ഒഴിവാക്കാൻ ഈ പരിശുദ്ധമായ റമദാനിലൂടെ നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ആ തഖ്വ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് ചെയ്യുന്നത്. നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നിട്ട് നമ്മുടെ ഇബാദത്തുകളിൽ അത്രമാത്രം സൂക്ഷ്മത ഇപ്പോഴും ഇല്ല. പല ആളുകൾക്കും ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് പങ്കെടുക്കാൻ പലർക്കും താല്പര്യമില്ല. ആ രൂപത്തിലേക്കായി കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഹറാമുകൾ നമ്മൾ പതിവായി ചെയ്തിരുന്ന അല്ലെ, ചില ആളുകൾ റമദാൻ മാസം വന്നിട്ടും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാത്ത ആളുകൾ. ഇത്ര കഴിഞ്ഞ റമദാന് മുമ്പ് ഞാൻ പതിവായി ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു ഹറാം ഈ റമദാനിൽ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? പരിശുദ്ധ റമദാനിൽ ഞാൻ ചെയ്യാതിരുന്ന പല നിർബന്ധമായ കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് ആശ്വസിക്കാൻ നമുക്ക് എന്തെങ്കിലും വകയുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ തഖ്വ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ അടുക്കൽ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചാരത്തിരിക്കാൻ നമുക്ക് പറ്റും. സ്വർഗ്ഗ പൂങ്കാവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണത്. ആ റബ്ബിന്റെ അടുക്കൽ ഇരിക്കാൻ പറ്റും. ഒന്ന് തഖ്വ ഉണ്ടാവാന്നുള്ളതാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ തഖ്വ ഉണ്ടായാൽ ആ റബ്ബിന്റെ കുറുബത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. കാരണം ജീവിതത്തിൽ ഏത് സന്ദർഭത്തിൽ ഏത് പ്രയാസത്തിലേക്ക് പോകുമ്പോഴും ഹറാമുകളിലേക്ക് ചെല്ലുമ്പോൾ റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് അറിയുന്നുണ്ട് ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് പോകൂല. ആ തഖ്വ നമ്മളെ സംരക്ഷിക്കും. റബ്ബ് നമ്മളെ സകലമായ ഹറാമുകൾ നമ്മളെ രക്ഷിക്കും. അത് റിബയാവട്ടെ, സിനയാവട്ടെ, മറ്റു മഹാരിമുകളാവട്ടെ, ഒക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ ഈ തഖ്വ നമ്മളെ കാത്തു സൂക്ഷിക്കുമെന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധിക്കണം. അതാണ് ഒരു മാർഗം. രണ്ടാമതായിക്കൊണ്ട് പാപമോചനമാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയാണ് പ്രിയമുള്ളവരെ ആ റബ്ബിലേക്ക് നമ്മൾ എത്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദ് 61-ാമത്തെ ആയത്ത്, വസ്തഗ്ഫിറൂ സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി ഖരീബും മുജീബ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വസ്തഗ്ഫിറൂ, നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടണേ. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവരിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. ഇന്ന റബ്ബി ഖരീബും മുജീബ്, ആ റബ്ബ് നിങ്ങളെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവനാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. വിശുദ്ധ റമദാനിലെ നമ്മൾ നോമ്പ് വെക്കാണ്, 5-ാമത്തെ നോമ്പൊക്കെ നമ്മള് ഇതുവരെയുള്ള ദിവസങ്ങൾ നോക്കൂ. നിങ്ങൾ റമദാന് മുൻപ് കഴിഞ്ഞൊരു വർഷത്തെ എടുത്ത് നോക്കൂ. നമ്മൾ എത്രമാത്രം അറിഞ്ഞും അറിയാതെയും എത്ര പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിൽ നിന്ന്
ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നമ്മുടെ നാവിൽ നിന്നല്ലാതെ മനസ്സിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. തൗബയുടെ ഷർത്തുകൾ പറഞ്ഞ കൂടെ നമുക്കറിയാലോ. ഒന്ന്, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കലാണ്. അത് നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ പതിവായി ചെയ്തിരുന്ന പല ഹറാമുകൾ അതിൽ നിന്ന് പരിശുദ്ധ റമളാൻ ആയതോടുകൂടി നമുക്ക് മാറി നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിന്റെ കൂടെ തന്നെ നമ്മൾ ആരെങ്കിലും മനുഷ്യന്മാരായിട്ടുള്ളതാണെങ്കിൽ മഖ്ലൂഖീങ്ങളായിട്ടുള്ളതാണെങ്കിൽ അവരുമായിട്ട് ആദ്യം പൊരുത്തപ്പെടിപ്പിക്കണം എന്നതിന്റെ ഷർത്താണ്. ഉദാഹരണത്തിന് നമ്മൾ റബ്ബിനോടാണ് ചെയ്യുന്ന, റബ്ബ് നിഷിദ്ധമാക്കിയ ഹറാമായ കാര്യങ്ങൾ ചെയ്തതാണെങ്കിൽ അത് റബ്ബിനോട് തൗബ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു മനുഷ്യനെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, അയാളെ മനസ്സിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മാനെ കണ്ണ് ഞാൻ നിറച്ചിട്ടുണ്ട്, അയാളെ സ്വത്ത് അന്യായമായി ഞാൻ എടുത്തിട്ടുണ്ട്, സ്വത്ത് വീതം വെക്കുമ്പോ അയാളെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, കച്ചവടം ചെയ്തപ്പോ അയാളെ സഹോദരനെ ഞാൻ വിഡ്ഢിയാക്കിയിട്ടുണ്ട്. എനിക്കറിയാം ഇങ്ങനെ ഒരു മനുഷ്യന്റെ ഹക്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഈ റമളാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്കറിയാം നമ്മൾ അടുത്ത റമളാനക്ക് നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാറുകൾക്ക് ധൃതി വെക്കാൻ നമുക്കാണ് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആ റബ്ബിന്റെ സാമീപ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആത്മാർത്ഥമായ തൗബകൾ. നമ്മൾ സങ്കടപ്പെടുത്തിയ ഒരുപാട് മനുഷ്യരുണ്ട്, നേരിട്ട് കണ്ട് പറയാൻ. അത് മാതാപിതാക്കളാവാം, മക്കളാവാം, സഹോദരങ്ങളാവാം, കൂട്ടുകാരാവാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം, അയൽപക്കക്കാരാകാം, മഹല്ലിലുള്ള നിവാസികളാകാം, ആരുമായിക്കൊള്ളട്ടെ. നമ്മൾ വാക്കുകൊണ്ട് സങ്കടപ്പെടുത്തി നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ വിളിക്കാൻ നമുക്ക് കഴിയണം, നേരിട്ട് കാണാൻ സാധിക്കണം. ഞാൻ അന്നത്തെ ദേശത്ത് പറഞ്ഞു പോയതാണ്, ആ വൈകാര്യം ചെയ്തു പോയതാണ്, പുറത്തുവരണജി എന്ന് ആത്മാർത്ഥമായി പറയാൻ, നസിഹത്തോടു കൂടി പറയാൻ. മനസ്സത് ഓ ഇന്നെങ്ങാട്ടി ചെറുതല്ലേ, ഓല നമ്മളെങ്ങാട്ടി പൈസ പറഞ്ഞ ആളല്ലേ, ഓല ഇങ്ങോട്ട് വന്നോട്ടെ എന്നുള്ളതല്ല. നമ്മളന്ന് എന്റെ ആവശ്യം, എന്റെ പാപം പുറത്തു കിട്ടുക എന്നുള്ളത് വേറെ ആരും ആവശ്യമില്ല, എന്റെ ആവശ്യം. നമുക്ക് ചോദിക്കാൻ ഒരു മടിയില്ലാതെ. കാരണം ആ ഈഗോ വെച്ചിട്ട് മരിച്ചിങ്ങനെ കിടക്കുമ്പോ മയ്യത്തോടെ അങ്ങനെ കൊണ്ടേ കിടത്തിയിട്ടേ ബാക്കിൽ നിന്ന് ആൾക്കാർ വിളിച്ചു പറയും, ജീവിച്ചിരുന്ന കാലത്ത് ആരോടെങ്കിലും വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മനുഷ്യന് പോവേനി അയൽവക്കക്കാരന്റെ പെരേക്കൊന്ന്, അയാൾക്ക് എന്നും കച്ചറയാണ്. നമ്മൾ ഇതിന് ശ്രമിച്ചിട്ടില്ല, അയാൾക്ക് പൊരുത്തപ്പെടാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ആ മരിക്കാൻ കാത്തിക്കണ്ട, മരിച്ചിങ്ങനെ മയ്യത്താകാൻ കാത്തിക്കണ്ട. അതിന് മുന്നേ നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം ഏതെങ്കിലും ഒരു കുടുംബം എന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് വീട്ടിൽ നമ്മളായിട്ട് മുന്നിട്ടിറങ്ങണം. ഞാനാണ് ആ കുടുംബം എന്ന് മുറിയാൻ കാരണമായത് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. ഞാൻ ആ കുടുംബത്തിലേക്ക് ചെന്നത് കൊണ്ടാണ്, ഞാൻ ആ പ്രശ്നം ഇടപെട്ടത് കൊണ്ടാണ്, ഞാനായിട്ടാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്, എനിക്കറിയാം. പ്രിയമുള്ളവർ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നോമ്പൊന്നും റബ്ബ് സ്വീകരിക്കൂല, നമ്മൾ നിർവഹിക്കുന്ന തറാവികൾ റബ്ബ് സ്വീകരിക്കൂല, നമ്മൾ ഓതുന്ന ഖുർആനോത്തണം കുടുംബബന്ധം മുറിച്ചുകൊണ്ട് അമലുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടൂല. അവിടെയാണ് മനുഷ്യന്മാരെയുള്ള ഹക്ക് നമ്മൾ വീട്ടണമെന്ന് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പൊരുത്തപ്പെടിപ്പിച്ച് റബ്ബിനോട് തൗബ ചെയ്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ. പിന്നെയോ ആ ചെയ്ത തെറ്റിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകും. റബ്ബെ ചെയ്തു പോയി, റബ്ബെ പറ്റിപ്പോയി അല്ലാഹ് എന്നുള്ള ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. മൂന്നാമത് അതിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോകൂല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. ഇപ്പൊ ചില ആളുകളെങ്കിലും റമളാൻ മാസമായപ്പോ പതിവായി ചെയ്തു വന്ന പല ഹറാമുകൾ നിർത്തിയിട്ടുണ്ടാവും. ഇപ്പൊ കള്ളുടിക്കുന്ന ആൾക്കാർ ഒരു റമളാൻ മാസം കള്ളുടിക്കൂല, ഒരു നിർത്തിക്കണം. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ചെയ്യും. നമ്മൾ നിർത്ത പൂർണ്ണമായ നിഷിദ്ധം ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ ഈ പരിശുദ്ധമായ റമളാൻ നമുക്കത് പരിശീലനമായി കാണാൻ സാധിക്കും. റബ്ബിനോട് ദുആ ചെയ്യണം. പുകവലിക്കുന്ന ആൾക്കാർ നമ്മൾ നോമ്പ് തുറക്കണവരെ പുകവലിച്ചില്ല, അത് കഴിഞ്ഞ് തുറക്കാൻ കിട്ടും, അപ്പൊ തന്നെ വലിക്കുന്ന ആൾക്കാരെ കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ലഹരികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ കഴിയാതെ നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? പുകവലിക്കുന്ന വാപ്പാക്ക് എങ്ങനെയാണ് തന്നെ മോനോട് വലിക്കരുതെന്ന് പറയാൻ പറ്റുക? അതിനെക്കാട്ടി ചെറുത് വലിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് തന്നെ പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ മാതൃകയാവണം. ഞാൻ പറയുന്നത് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നിർത്താൻ, അതിലേക്ക് ഒരിക്കലും മടങ്ങാതിരിക്കാനുള്ള പരിശീലനമായിട്ട് പ്രിയമുള്ളവരെ ഈ റമളാൻ നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയണം. ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറുകൾ മനസ്സറിഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താനില്ല. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള, നമുക്കറിയില്ല, ഞാൻ മരണപ്പെട്ടു പോയാലും ഈ നിമിഷം മരിച്ചു പോയാലും സന്തോഷത്തോടെ സംതൃപ്തിയോടെ ചെയ്ത പാപങ്ങളൊക്കെ റബ്ബിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്റെ അള്ളാഹ് എനിക്ക് പുറത്തു തരാൻ തയ്യാറാണ്, ഞാൻ തൗബ ചെയ്യാൻ തയ്യാറുണ്ടെന്ന് മാത്രമാണ്. റബ്ബ് നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ്. നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ?
ഇസ്തിഗ്ഫാർ നമ്മൾ സമയം കണ്ടെത്തണം. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയങ്ങൾ, നോമ്പുകാരനായിരിക്കുന്ന സമയങ്ങൾ, നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണ്. അത് ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പ്രിയമുള്ളവർ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്താം. റബ്ബിലേക്ക് അടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ആ നാഥനിലേക്ക് അടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മൂന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയത് റബ്ബിലേക്ക് അടുക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊന്നാണ് നന്മകൾ അധികരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറാം, മുഹ്സിനീങ്ങളായിട്ട് നമ്മൾ മാറാം, ഇഹ്സാൻ ഉള്ളവരായിട്ട് നമ്മൾ മാറാം എന്നുള്ളതാണ്. അന്ന റഹ്മത്തുല്ലാഹി ഖരീബ് മിനൽ മുഹ്സിനീൻ. അള്ളാന്റെ കാരുണ്യം അത് ഏറ്റവും അടുത്തായി ലഭിക്കുന്ന ആളുകളാണ്. ആരെയും മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആൾ, നന്മ ചെയ്യുന്നവരായിട്ട്. നോക്കൂ നിങ്ങൾ, നമ്മൾ നന്മ ചെയ്യുന്നവരാണോ ദ്രോഹം ചെയ്യുന്നവരാണോ? നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നമ്മളെ കുറിച്ച്. റസൂൽ പറഞ്ഞ ചില ഹദീസുകൾ ഉണ്ടല്ലോ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മാന്യന നല്ല വ്യക്തി അത് നിങ്ങൾ ഭാര്യമാർക്ക് ഏറ്റവും നല്ല വാക്ക്, ഭാര്യമാട് നന്നായി പെരുമാറുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്നവർ ആലോചിച്ച് നോക്കും നിങ്ങൾ, നമ്മള് നല്ലതാണോ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കത്ത് നമ്മൾ നല്ലതാണ്? അയൽപക്കത്ത് ഇപ്പൊ നമുക്കറിയാം ജലക്ഷാമൊക്കെ മഴക്കില്ലാതായിക്കൊണ്ട് ചൂടുകൾ കൂടി വരികയാണ്, വേനൽക്കാലായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പടച്ചോന്റെ പറക്കത്തോണ്ട് നല്ല വെള്ളം ഉണ്ടാവും നമ്മളെ കിണറ്റില്. അയൽപക്കത്ത് സാധുവിന് കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല. എന്നിട്ട് ഓല് 2 ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് ചോദിച്ചുമ്പോ സമ്മതിക്കാത്ത കുറെ കഠിന ഹൃദയരുണ്ട്. ഓലെ പേര് മുസ്ലിമാണ്. നമ്മുടെ മുറ്റത്ത് കൂടെ അപ്പുറത്തെ സഹോദരൻ നടന്നാൽ ആ വഴി മുടക്കണ ഒരാൾക്കാരാണ്. എന്നിട്ട് നമ്മളും മുസ്ലിങ്ങളാണ്. നമുക്ക് സ്ഥലമുണ്ട്, അപ്പുറത്തെ വീട്ടിൽ സുഖമില്ലാത്തൊരു സാധുവായ ഒരു സഹോദരിയുണ്ട്, അവിടുത്തെ വല്യമ്മണ്ട്. ആ വല്യമ്മ ആശുപത്രിക്ക് എപ്പോഴും എടുത്തുകൊണ്ട് പോകണം. കാരണം നമ്മൾ വഴി കൊടുക്കാത്തതുകൊണ്ട് അവിടുത്തെ വണ്ടി പോകണില്ല. ഞാൻ കൊടുക്കൂല. എന്ത് ഓല് നമ്മളെക്കാട് താണ ആൾക്കാരില്ലേ, ഒരു ഓല് നമ്മളെ മുന്നിൽ കൂടെ കാറിൽ പോവാ ഞാൻ സമ്മതിച്ചില്ല. ഇതും നമ്മളെ കൗമിയപ്പെട്ട ആൾക്കാർ. എന്നിട്ട് നമ്മളും ഓതു ഏത് ആയത്തിനറിയോ, വയംനൗനൽ മാവൂൻ, നമ്മൾ ഓതുന്നത് വയംനൗനൽ മാവൂൻ. അവർ പരോപകാര വസ്തുക്കൾ മുടക്കം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ദീനെ പച്ചയായിട്ട് കളവാക്കുന്ന ആൾക്കാർ, കള്ള മുസ്ലിങ്ങൾ. യഥാർത്ഥ മുസ്ലിമിന് പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആൾക്കാര്. മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? വ്യാജനായ മുസ്ലിമിനെ നീ കണ്ടിട്ടുണ്ടോ? അള്ളാഹ് പറഞ്ഞതാണ്, എനിക്ക് ക്വാളിറ്റി എണ്ണി പറഞ്ഞു കൊടുത്ത് പറഞ്ഞതാണിത്. അനാഥനെ സംരക്ഷിക്കാത്തവൻ, സാധുവിന് ഭക്ഷണം കൊടുക്കാത്തവൻ, മര്യാദക്ക് നിസ്കരിക്കാത്തവൻ കൂടെന്ന് പറഞ്ഞു. പരോപകാര വസ്തുക്കൾ മുടക്കം ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഉണ്ടാവരുത്. നന്മ ചെയ്യുന്ന ആളുകളാവണം. നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക, ഇടങ്ങേറുണ്ടാക്കാനല്ല. നമ്മളെടുത്ത് ഒരു കാര്യം ചോദിച്ചെന്നാല് അയാൾക്ക് എങ്ങനെ നടത്തി കൊടുക്കാന്ന് ആലോചിച്ചാൽ എളുപ്പമുണ്ടാക്കി അയാൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാന്നുള്ളതല്ല. നമ്മളിപ്പോ ഒരു ജോലിക്കാരനാണെങ്കിൽ, നമ്മളൊരു മുതലാളിയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കൂടെ വരുന്ന നമ്മൾ തൊഴിലാളികളായ ആൾക്കാർ, നമ്മൾ ആവശ്യത്തിന് മുന്നിൽ വരുന്ന ആളുകൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കുക, നന്മ ചെയ്തു കൊടുക്കാനാണ്. അല്ലെങ്കിൽ ഓരോ എങ്ങനെ ഇടങ്ങേറാക്കുക എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോ നമ്മൾ അധികാരം കൊണ്ട് പൈസ കൊണ്ടൊക്കെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. പക്ഷേ റബ്ബ് കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഇഹ്സാൻ. ആര് കാണില്ലെങ്കിലും അള്ളാഹ് അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യം. അതാണ് അങ്ങനെ മുസ്ലിങ്ങളായി മാറാൻ സാധിക്കുക, നന്മകൾ ചെയ്യാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ റമദാൻ മാസം അതിന് നമ്മളെ സഹായിക്കണം. നമ്മൾ കുറച്ചും കൂടി നല്ല മനുഷ്യരായി മാറാൻ നമ്മളെ കൊണ്ട് പറ്റണം. നന്മകൾ വ്യാപൃതരാവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നന്മകളിൽ സജീവമാകാൻ നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധമായ റമദാൻ മാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രൂപത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. നാലാമതായി നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ വിശദീകരിച്ചത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അന ഇൻദ വന്നി ഇൻദി അബ്ദി ബി, അന ഇൻദ വന്നി അബ്ദി ബി. എന്റെ അടിമയുടെ അടുത്ത് അവൻ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാവുക. അതായത് അള്ളാഹിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വിചാരിക്കുന്നത് അതേപോലെ ആയിരിക്കും അള്ളാഹ് നമ്മളോട് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് ആലോചിച്ച് അള്ളാഹിനെ കുറിച്ച് എന്റെ സങ്കല്പം എന്താ? അള്ളാഹ് എന്നാണ് എന്റെ കാര്യമൊന്നും പരിഗണിക്കാത്ത ഒരാളാണെന്നാണ് നിങ്ങൾ വിചാരം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അള്ളാഹ്. മറിച്ചോ, ചില ആൾക്കാർക്ക് പറയലുണ്ട്, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് റബ്ബ് തരലുണ്ട് കേട്ടോ എന്നൊക്കെ പറയലുണ്ട്. ചിലർക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം, അതോടെ നമുക്ക് വലിയ അടിമേറുണ്ടാവലില്ല എന്ന് പറയലുണ്ട്. കാരണം ചിലര് പറയുന്നത് ഞാൻ കുറെ കാലമായിട്ട് പ്രാർത്ഥിക്കണം, പക്ഷെ എനിക്കത് കിട്ടണില്ല.
ചിലർക്ക് അറിയോ, ഇത് കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കണേ. അള്ളാഹുവിൽ നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണോ റബ്ബിനെ നമ്മൾ പരിഗണിക്കുന്നത്, അതുപോലെ ആയിരിക്കും റബ്ബ് നമ്മളോട് ഉണ്ടാവുക. അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. നമ്മൾ റബ്ബിനെ സദാ ഓർത്ത് ആ റബ്ബന്റെ ഒപ്പമുണ്ട്, ആ റബ്ബന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആര് അള്ളാഹിൽ തവക്കുലാക്കിയോ ഓർക്ക് അള്ളാഹ് മതി. ആരെങ്കിലും അള്ളാഹിനെ സൂക്ഷിച്ചോ അള്ളാഹ് ഒരു പോവ ഉണ്ടാക്കി കൊടുക്കും. ചിലരൊക്കെ ഉണ്ടല്ലോ, ഇപ്പം അൽഹംദുലില്ലാ നല്ല കച്ചവടം ഉഷാറായി പോണ നിൽക്കുന്ന ഘട്ടത്തിലാണ് വീടിന്റെ പണി തുടങ്ങിയത്. ആ വീടിന്റെ പണി ഉഷാറായി വരുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് കച്ചവടം പൊളിഞ്ഞു പോയത്. കുടുംബത്തൊക്കെ വലിയ പ്രതീക്ഷയിൽ വലിയ ആരോഗ്യത്തിലാണ് കുടിക്കലൊക്കെ എല്ലാവരും പറഞ്ഞ ആ സമയത്താണ് പണി പൂർത്തിയായിട്ടില്ല, എല്ലാവരും ഇടങ്ങേറായി. അപ്പോഴാണ് അതിൽ പറഞ്ഞത് പലിശക്ക് പൈസ എടുത്തോ, പണം എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയാൻ. ഞാൻ എടുക്കുന്നില്ല, പടച്ചവൻ എന്തെങ്കിലും പോവാ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും, ഹറാമക്ക് ഞാൻ പോകൂല, പലിശ എടുക്കൂല എന്ന് പറയാൻ. അപ്പോഴാണ് നിങ്ങൾ ചിലപ്പോ നമ്മളെ സുഹൃത്തുക്കളെടാ എന്താ ഇടങ്ങേറായിക്കുന്നില്ലേ, ഞാൻ തരട്ടോ, പൈസക്ക് ആവശ്യം ഉണ്ടാവില്ലേ എന്ന് നമ്മൾ അറിയാത്ത ചില മനുഷ്യന്മാർ നമ്മളെ സഹായിക്കാൻ വരാറുണ്ട്. ചില കുടുങ്ങിയ ഘട്ടത്തിൽ ചില ആൾക്കാർ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പഠിച്ചുള്ള സഹായങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. പല ഇന്ന് മുന്നിരിക്കുന്നവർക്ക് പല ജീവിതത്തിൽ പല സാഹചര്യങ്ങളാണ്, അനുഭവങ്ങൾ ഉണ്ടാവും. റബ്ബിനെ നമ്മൾ സൂക്ഷിച്ചോ, റബ്ബിനെ സഹായിക്കുന്ന പൂർണ്ണമായ ഉറപ്പുകൾ ഉള്ളിലുണ്ടോ, അത് എത്തിയിരിക്കും നിങ്ങൾക്ക്. അത് നമുക്കൊരു പോവ ഉണ്ടാക്കി നിങ്ങൾ കുടുംബൂലെ ഓടി അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് പടച്ചോന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓടി കൊടുങ്ങൂല. ആ റബ്ബ് നമ്മളെ സഹായിക്കും. അതാണ് റബ്ബിന്റെ കൽപ്പന, റബ്ബിന്റെ വാക്കാണ്, റബ്ബിന്റെ ഉറപ്പാണ്. ഒരുപാട് കാലം കുട്ടികളില്ലാതെ അടങ്ങാറായിട്ട് വയസ്സാം കാലത്തെ കുട്ടികളുണ്ടാവുന്നത്. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാനിതില്ല ശഖിയായിട്ടില്ല, നിരാശപ്പെട്ട് ഞാൻ പോയിട്ടില്ല. റബ്ബേ നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിരാശനായിട്ടില്ല. നിരാശപ്പെടേണ്ട, റബ്ബ് നമുക്ക് തരും, റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം പ്രിയമുള്ളവരെ നമുക്ക് റബ്ബിനെ കുറിച്ച് എപ്പോഴും സദ്വിചാരം ഉണ്ടാവേണ്ടി. അല്ലാണ്ട് കുറച്ചു കാലം കുട്ടികളില്ലാതായപ്പോത്തിന്, കുറച്ചു കാലം അസുഖമായപ്പോത്തിന് റബ്ബിനെ വിട്ടിട്ട് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോകാനല്ല. റബ്ബ് മാറ്റി തരും, റബ്ബ് എനിക്ക് തരും എന്നുള്ള വിശ്വാസമായിരിക്കണം. ആ റബ്ബിനോട് ചേർന്ന് നിൽക്കാൻ, ആ നാഥനിലേക്ക് അടുക്കാനാണ് ഓരോ പരീക്ഷണങ്ങളും നമ്മളെ സഹായിക്കേണ്ടതല്ലാതെ ആ റബ്ബിൽ നിന്ന് വിട്ടുപോകാൻ ആകരുത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്, ആലോചിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ അഞ്ചാമതായിക്കൊണ്ട് നമ്മള് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞത് റബ്ബെ എങ്കിലേക്ക് അടുക്കാൻ നമ്മൾ നിർബന്ധ കർമ്മങ്ങൾ ഒഴിച്ചുകൂടാതെ ചെയ്യുകയും സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. റബ്ബിന് നമ്മുടെ അടുത്തതായി നമുക്ക് തോന്നും, റബ്ബ് നാഥനിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുന്നതായിട്ട്, റബ്ബ് നമ്മോടൊപ്പം ഉള്ളതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പറയാണ് തന്റെ അടിമക്ക് അള്ളാഹുവിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവനായിട്ട് ആ റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒന്നില്ല. എങ്ങനെയല്ലാതെ ഒരടിമ തന്റെ ഫർളായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ഫർളായ കാര്യങ്ങൾ വീഴ്ചയില്ലാതെ നിർവഹിക്കുന്നെങ്കിൽ റബ്ബ് അവരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. ആ അടിമയോട് ഏറ്റവും റബ്ബിന്റെ ചേർന്ന് നിൽക്കും. നോക്കൂ, നമ്മൾ ഫർളായ കാര്യങ്ങൾ, നമസ്കാരം പ്രത്യേകിച്ച് നോക്കൂ, നിങ്ങൾ ജമാഅത്ത് നമസ്കാരങ്ങൾ ഒരു വീഴ്ചയില്ലാതെ നമ്മൾ നിർവഹിച്ചു നോക്ക്. അത് വല്ലാത്തൊരു ആശ്വാസം നമുക്കുണ്ടാവും, വല്ലാത്തൊരു കുളിരാണ് നമുക്ക് ഉണ്ടാവുക. ജമാഅത്ത് കൃത്യമായി പങ്കെടുക്കുന്ന ആൾക്കാർ. ഇപ്പൊ റമളാൻ മാസം ചിലരെങ്കിലും ചോദിക്കും, തറാവി എപ്പോഴാ തുടങ്ങുക? തറാവി അല്ല, ഇശാഇ ജമാഅത്തിന് നടത്തണം. ഇശാ ജമാഅത്തിന് എത്തൂല, തറാവിക്ക് എത്തും. തറാവി സുന്നത്താണ്, ഫർളായത് ഇശാണ്. ഇശാഇന് നമ്മൾ എത്തണം ജമാഅത്തിന്. റസൂൽ പറഞ്ഞ എന്താണ്, ആരെങ്കിലും ഇശ ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി പകുതി വരെ രാത്രി നമസ്കരിച്ച് കൂലി ഓർക്കുന്നുണ്ടെന്നാണ്. അത്രയേറെ പോരിശയാണ് ഇശാഇന്റെ ജമാഅത്തിന്. അത്താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങും, സുബൈക്ക് ജമാഅത്തിനും കൂടി വരില്ല. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. റസൂൽ പറഞ്ഞു, സുബൈ ജമാഅത്തിന്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലിയാണ് സുബൈ ജമാഅത്തിന്. ഇത് കേട്ടിട്ട് സുബൈ ജമാഅത്ത് കിട്ടി, ഇശി ജമാഅത്ത് കിട്ടി, അപ്പൊ 1:30 രാത്രിയായി, തറാവി സ്കരിച്ചണ്ട എന്ന് പറയാനല്ല, മറിച്ച് അതിന്റെ കൂലി രണ്ടാണ്. നമ്മൾ നിർവഹിക്കുന്നതിന് പുണ്യനാണ്. ആ രൂപത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ജമാഅത്തുകൾ ആ ഗൗരവത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം.
ഒരു വക്ത് ഞാൻ നഷ്ടപ്പെടുത്തൂല. അത് നമ്മുടെ ജോലിയിലെ തിരക്കിലാണെങ്കിലും. ഇപ്പൊ നമ്മൾ ചില ആൾക്കാരെ പറയണ്ടോ, ആ ഡോക്ടറില്ലേ മൂപ്പര് ഇപ്പോ വാങ്ങൊടുത്തിട്ടില്ലേ, മൂപ്പര് ഉണ്ടാവൂല, നമുക്ക് പള്ളിയിൽ പോയിട്ടുണ്ടാവും. ചില ആൾക്കാരോട് പറയും ആ കട കൂട്ടിയിട്ടുണ്ടാവും കേട്ടോ, ഒരു മൂലാലി അവിടെ ഉണ്ടാവില്ല കേട്ടോ, നമുക്ക് പള്ളിയിൽ പോയിട്ടുണ്ടാവും. നമ്മളെ കുറിച്ച് എങ്ങനെ പറയും? നമ്മളില്ല, നമുക്ക് പോകാൻ സൗകര്യമില്ല എന്നിട്ടാണോ? നമുക്ക് വണ്ടിയില്ല എന്നിട്ടാ? പള്ളി എടുത്തില്ല എന്നിട്ടാണോ? നമ്മൾ എന്താണ് നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ തടസ്സം എന്താ? അവിടെയാണ് നമുക്ക് ഇത്രമാത്രം ആരോഗ്യം തന്ന, ഇത്രമാത്രം സൗകര്യങ്ങൾ തന്ന റബ്ബ് നമ്മള് തീർച്ചയായും റബ്ബ് നിങ്ങളോട് നിങ്ങൾ സൗകര്യം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ റബ്ബ് ചോദിക്കുന്നത് ചെയ്യൂട്ടോ. ചില ആൾക്കാരെങ്കിലും നോക്ക്, നിങ്ങളിപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാവും ഈ ശരിക്കും നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആൾക്കാർ, പ്രായാധിക്യം കൊണ്ട് രോഗങ്ങൾ കൊണ്ടൊക്കെ. നമുക്ക് കിട്ടി ഈ സമയത്ത് പ്രിയമുള്ളവരെ നമുക്കിത് ഉപയോഗപ്പെടുത്തിക്കോളണം. ജമാഅത്തൊക്കെ പങ്കെടുക്കുക, പള്ളിയിലൊക്കെ നടന്നോ, ആരോഗ്യമുണ്ട്, വണ്ടിയുണ്ട്, സൗകര്യമുണ്ട്, അതുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തി. ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിപ്പോ നമ്മളെ കോളേജിലെ കുട്ടി അവന്റെ കൂടെ ക്ലബിലുണ്ട്, ഐ മീൻ മറ്റേ ഫുട്ബോളിന്റെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അവൻ വേറെ ഒരു കോച്ചിങ്ങിന് പോയെടുത്ത് അവിടുന്ന് ഒരു കുട്ടിയെ കുറിച്ച് പറയണ്ടായിരുന്നു. അവര് നന്നായിട്ട് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന ഒരു പയ്യൻ നന്നായിട്ട് കളിക്കും. അപ്പോ കളിക്കിടയിൽ ഒരുപാട് ഫൗളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ ഒരുപാട് ഗ്രൗണ്ടിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഇവര് ഹോസ്റ്റലില് എന്തോ അലക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകണം, ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുള്ള സമയത്ത് ആ ബക്കറ്റിലെ വെള്ളം തുളുമ്പിയിട്ട് വീണിട്ട് ആ വെള്ളത്തിന് ചവിട്ടി വീണ വീഴ്ചയില് നട്ടല് നട്ടലിന് ചെറിയ ക്ഷതം വന്നു, കുട്ടി കിടപ്പിലായി. ഇതല്ല പ്രശ്നം, അതല്ല പറഞ്ഞത്. എന്നിട്ട് ഇവന്റെ കൂട്ടുകാര് ഇവരെ കാണാൻ വേണ്ടി പോയിരുന്നത്. വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തിൽ ഇവൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇവന്റെ ഉമ്മ വന്ന് വീണ് പറയും, മോനെ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചോണ്ടി. അപ്പൊ ഇവന് ഇങ്ങനെ കട്ടമ കിടന്നിട്ട് അല്ലാഹു അക്ബർ. ഇവന്റെ ഉമ്മ ആ റൂമിൽ നിന്ന് ഇങ്ങനെ, അപ്പൊ നിങ്ങൾ പള്ളിയിലേക്ക് പോയി വരട്ടോ എന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഉമ്മ ഇങ്ങനെ കണ്ണിങ്ങനെ നിറച്ചിട്ട് ഇവരോട് പറഞ്ഞു, പുറത്തേക്കിങ്ങനെ ഇറങ്ങുമ്പോ എന്റെ കുട്ടി ആയ കാലത്ത് ഞാൻ അവരോട് പല സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ പറയുന്നത്, മോനെ പള്ളിയൊക്കെ പോയിട്ടോ നിസ്കരിച്ചു. അപ്പൊ ഒന്ന് മെയിൻറ്റാക്കലില്ലേ, ഓടെ ഫോം കളിച്ചിട്ടോ അങ്ങനെ ഇരിക്കും, ഇവിടെ പള്ളിക്കൊക്കെ പോകില്ല. ഇപ്പൊ എന്റെ കുട്ടി 5 വക്ത് നിസ്കരിച്ചു. എങ്ങനെയാണെന്നറിയോ? ആ കട്ടുമ്പൊക്കെ എടുത്തിട്ട്. ഇപ്പൊ ഓക്ക് നല്ല പൂതിയാണ് പള്ളിയിലൊക്കെ പോവാൻ, ഒന്ന് റുക്കൂ ചെയ്യാൻ, നിലത്തും തന്നെ നെറ്റി മുട്ടിച്ചിട്ട് റബ്ബിനെ നമ്മള് സുജൂദ് യോഗ നല്ല പൂതിയുണ്ട്. പക്ഷെ കഴിയണില്ല. നമുക്കൊക്കെ ഇത് ഉണ്ട്, നഷ്ടപ്പെടുമ്പോഴത്തെ വില നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇന്ന് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ഇങ്ങനെ വേണം. ഞാൻ കാസർഗോഡ് ഒരു റമദാനിലെ ഇവിടെ നിൽക്കുന്ന സമയത്ത് തറാവി നിസ്കരിക്കണം. അപ്പൊ അവിടെ ഒരു ഹാജിറുണ്ട്, അതേമാതിരി തറാവി നിസ്കരിക്കുമ്പോ മൂപ്പര് കസരപ്പൻ നിസ്കരിച്ചു. അപ്പൊ ഇമാമാണ് നല്ല നീട്ടി ഓന്ന് ചെയ്യും. അപ്പൊ ഞാൻ നിസ്കാരം കഴിഞ്ഞ ഒരു ദിവസം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സുഖമാണ്, ഞങ്ങൾ നിന്ന് പനികീകരണം, നിങ്ങൾക്ക് കസരമ ഇരുന്നാൽ മതി, ഇറങ്ങാറൊന്നുമില്ല, ലേസിക്കുള്ളതുകൊണ്ട് ഇരുന്ന് സുഖമാണ്. അപ്പോ ഞാൻ തമാശയായിട്ട് പറഞ്ഞു. മൂപ്പരത് ഭയങ്കര ഗൗരവത്തിലായി. മൂപ്പര് ഓരോ മുഖത്ത് ചിരിക്കണ മാറി പറഞ്ഞു, എനിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെന്ന് അറിയോ, എനിക്കൊന്ന് സുജൂദ് ചോദിച്ചിട്ടില്ലെന്ന് തോന്നി. കാരണം എനിക്ക് എത്ര പൂതി ഉണ്ടെന്ന് അറിയാം, എന്റെ നെറ്റിന്ന് നിലത്ത് മുട്ടിച്ച് സുജൂദ് ചെയ്ത ആഗ്രഹം നമുക്ക് പറ്റുന്നില്ല. എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്റെ പുറത്തെ ബെൽറ്റും എന്റെ അരയിലുള്ള ഒരു ബെൽറ്റും എന്റെ കാൽമലുള്ള ബെൽറ്റും ഇതൊന്നും പൊട്ടിച്ചെറിഞ്ഞിട്ട് സുജൂദ് ചെയ്യാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കും. പക്ഷെ രണ്ടാമത് നീച്ചാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ഞാൻ ചെയ്യാത്തത്. അറിയുള്ളൂ, ഞാൻ പറഞ്ഞതെന്ന് അറിയാം. നമുക്കിപ്പോ സൗകര്യം, നല്ല സംവിധാനം, നമ്മൾ ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. ഈ ആരോഗ്യമുള്ള സൗകര്യമുള്ള നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കഴിയൂല. അതിന്റെ കൂടെ തന്നെ റസൂൽ പറഞ്ഞു, എന്ത്, അതിന്റെ കൂടെ തന്നെ റസൂൽ പറഞ്ഞ വാചകമാണ്, അതുപോലെ റബ്ബിന്റെ സാമീപ്യം ഏറ്റവും കരസ്ഥമാക്കാൻ സാധിക്കും നിങ്ങൾ നവാഫിലുകൾ അധികരിപ്പിക്കുന്നതിലൂടെ, സുന്നത്തുകൾ അധികരിപ്പിക്കുന്നതിലൂടെ. അങ്ങനെ റബ്ബിന്റെ ഇഷ്ടം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. നവാഫിലുകൾ, സുന്നത്തുകൾ കൂടെ അധികരിപ്പിക്കാൻ ഈ റമളാൻ മാസം നമുക്ക് പരിശീലനമാവാൻ സാധിക്കണം. നമസ്കാരം കഴിഞ്ഞാൽ നീച്ച പോലെയല്ല, നമുക്ക് റവാത്തിബ് സുന്നത്ത് ഒന്ന് അല്ലെ, ളുഹറിന് മുമ്പും ശേഷവും, മഗ്‌രിബിന് ശേഷവും, ഇശാഇന് ശേഷവും, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തുകൾ ഉണ്ടല്ലോ. ഇത് റവാത്തിബ് സുന്നത്തുകളാണ്. വലിയ പുണ്യമുള്ള, റബ്ബിന്റെ അടുക്കൽ നാളെ സ്വർഗത്തിൽ ഭവനങ്ങൾ നമുക്ക് പണിയിക്കപ്പെടും എന്നുള്ളതാണ്. അത്ര വലിയ പുണ്യ റവാത്തിബ് സുന്നത്തുകൾ ശീലമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റട്ടെ. റവാത്തിബുകൾ നമുക്ക് ശീലമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ
റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് പതിവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതേപോലെ തന്നെയാണ് ളുഹാ നിസ്കാരം. ഇപ്പൊ നമുക്ക് റമദാന് പതിവില്ലാത്ത ആളുകൾ ശീലിപ്പിക്കാൻ പറ്റുന്ന നല്ല ശീലാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ കൊടുത്ത 3 ഉപദേശങ്ങളിൽ ഒന്നിതാണ് അബൂ ഹുറൈറ, ഈ മാസത്തിൽ 3 നോമ്പ് നോൽക്കണം. അതായത് അയ്യാമുൽ ബീദിന് നോമ്പ് നോൽക്കുക, രാത്രി നമസ്കാരം പതിവാക്കുക, ളുഹാ നമസ്കാരം ശീലാക്കുക. ളുഹാ നിസ്കാരം വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇപ്പൊ ളുഹാ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ സുബഹിയൊക്കെ ആയതുകൊണ്ട്, റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആനൊക്കെ ഓതി കഴിഞ്ഞ് നമ്മളൊന്ന് കിടന്ന് കുറച്ച് എണീറ്റ് ആൾക്കാർ, ഉറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു 8 മണി 8:30 ആവുന്ന സമയത്ത് ആ സമയമൊക്കെ ആവുമ്പോൾ നേരം വിളിച്ചിങ്ങനെ വന്ന് തുടങ്ങുന്ന ടൈം ഉണ്ടല്ലോ, 2 റക്അത്ത് നിസ്കരിക്കുക ളുഹാ. വലിയ പുണ്യം. കാരണം ജനങ്ങൾ അശ്രദ്ധമായി നിൽക്കുന്ന സമയമാണ്, ഗഫലത്തിന്റെ ടൈമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം റബ്ബിന്റെ അടുക്കൽ ഉണ്ടാവാം. ശീലമാക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെയാണ് നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നാലുള്ള തഹിയ്യത്ത് നിസ്കാരം. അതേപോലെ രാത്രി ഖിയാമുൽ ലൈൽ, നമ്മൾ റമദാൻ മാസത്തിൽ തറാവീഹ് നമ്മളറിയാം, തറാവീഹുകൾ നമ്മൾ നിർവഹിക്കും. വലിയ പുണ്യമുള്ള കാര്യമാണ്. രാത്രി നമസ്കാരം എന്ന വലിയ ഫർള് നമസ്കാരം ഏറ്റവും മുന്നിൽ ലഭിക്കുന്ന നമസ്കാരങ്ങളൊന്നാണ് ഖിയാമുൽ ലൈലുകളിൽ ഖിയാമു റമദാൻ എന്ന് പറയുന്നത്. നമുക്ക് ശീലമാക്കാൻ, പുണ്യം കരസ്ഥാക്കാൻ പറ്റണം. ഈ തറാവിക്ക് നമ്മൾ വരുന്നത് മനസ്സ് മടുപ്പോട് കൂടിയിട്ടല്ല, ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ കൂത്ത് കുറച്ച് തോനെ കൂട്ടിയിട്ടുണ്ട്. തണുപ്പാണെങ്കിൽ എ സിക്കില്ല. ഇത് ആൾക്കാർക്ക് ഞാൻ പറയാ, ഞാൻ ഇത് നിൽക്കാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിലോ മുമ്പിൽ കുറച്ച് ഓരി കഴിഞ്ഞോട്ടെ, പക്ഷെ വെള്ളം കുടിച്ചു വരാം, എന്നിട്ട് അത് കഴിയാനാകുമ്പോൾ വന്ന് ചേരാം. ഇതല്ല, തറാവീഹ് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ഒന്നിതാണ്. എന്ത്? റബ്ബിന്റെ കുറുബത്ത് എനിക്ക് കിട്ടും. ഒന്ന്, റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റും. തീർന്നില്ല. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഖിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. രാത്രി ആരെങ്കിലും റമദാൻ മാസം നിന്ന് നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തരും. അതിനെ ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നത്. തറാവീഹ് നിസ്കരിക്കുന്നത് വേറെ ഒന്നിനല്ല, ഞാൻ നിസ്കരിക്കുന്ന പാപങ്ങൾ കൊടുക്കുന്നുണ്ട് അവസരമാണ്. അപ്പൊ നമുക്ക് വൈകി വരാൻ തോന്നൂല, ഇങ്ങനെ മടുത്ത് നിൽക്കാൻ തോന്നൂല. കാരണം പെട്ടെന്ന്, കാരണം എനിക്ക് അവസരമാണ് കിട്ടുന്നത്, നഷ്ടപ്പെടുത്താനല്ല. അങ്ങനെ ആവുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവില്ല, ആവേശത്തോടു കൂടി നിസ്കരിക്കാൻ തോന്നും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വേറെ വിഭാഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, എത്ര രാത്രി നമസ്കാരക്കാരാണ് അവിടെ, രാത്രി നമസ്കാരം കൊണ്ട് അവിടെ ഉറക്കുപോയി എന്നല്ല, അത് വേറെ ഒന്നും കിട്ടാത്ത കുറെ രാത്രി നമസ്കാരക്കാർ നമ്മളെ ഇതിലുണ്ടാവുക. വേറെ ചില ചെറുപ്പക്കാരായ ആൾക്കാർ രാത്രി റമദാൻ മാസമാവാൻ കാത്തിട്ടാണ് കുറെ ശൈത്താന്മാരായ ആൾക്കാർ ഉപ്പിലിട്ടത് കുടിക്കുന്നതാണ് കണ്ട്. ഇതിന് രാത്രിയിലത് വരിക. ഞാൻ പറഞ്ഞോട് കുടിക്കുന്നതിനെ തിന്നാൻ യാതൊരു പ്രശ്നമായ വിരോധമുള്ള ആളല്ല. പക്ഷേ തറാവി ഒഴിവാക്കിയിട്ട് ഇശ ഒഴിവാക്കിയിട്ട് തിന്നാൻ പോകരുത്. അത് പിന്നെ അവിടെ ഉണ്ടാവും. ഈ ഖിയാമുൽ ലൈൽ, ഖിയാം റമദാൻ പിന്നെ നമുക്ക് കിട്ടൂല കേട്ടോ, ഈ കൂലി നമുക്ക് കിട്ടൂല. ആത്മാവ് പോവും. റമദാൻ മാസം കഴിഞ്ഞാല് സോഡ ഉണ്ടെങ്കിൽ കുടിച്ച ഈ റൂഹണ്ട് പോയാണ്ടല്ലോ പിന്നെ നമുക്ക് കിട്ടൂല. മനസ്സിലാക്കിക്കോളും. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. തറാവീഹുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്റെ വാപ്പല്ല, എന്റെ പെണ്ണുങ്ങളല്ല, എന്റെ ഭർത്താവല്ല, മറിച്ച് ഈ പുണ്യങ്ങളാണ്. എന്റെ റബ്ബിലേക്ക് എനിക്ക് അടുക്കാൻ എത്ര ആലോചിക്കുക. റസൂൽ പറഞ്ഞ കാര്യമുണ്ട്, റബ്ബിങ്ങൾ നവാഫിൽ അധികരിപ്പിക്കാൻ കൂടുതൽ ചേർത്ത് പറഞ്ഞ ഹദീസ് കൂടിയുണ്ട്. നമ്മൾ സുജൂദുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. സുജൂദ് അധികരിപ്പിക്കാൻ റബ്ബിലേക്ക് അടുക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. റസൂൽ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു അടിമ തന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിലായിരിക്കുന്ന സന്ദർഭമാണ്. തറാവീഹ് നിസ്കരിച്ചുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒരുപാട് സുജൂദ് അവസരം കിട്ടുന്നതാണ്. ആ സുജൂദിൽ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ അധികരിപ്പിക്കാൻ നമ്മളെ കൂടെ പറ്റണം. അല്ലാണ്ട് ആ സുജൂദിൽ ഇമാമിനെ ഇങ്ങനെ പ്രാങ്കി കുത്തിർക്കല്ല, ഇതിങ്ങനെ തീർന്നിട്ട് എന്നുള്ള ആലോചിച്ചിട്ടല്ല. നമ്മൾ ആ ചെയ്യേണ്ടത് ഇതാണ്. എന്ത്? പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. ഈ പുണ്യ നീയത്തോടുകൂടി ആയിരിക്കണം രാത്രി നമസ്കാരങ്ങൾ ശീലിപ്പിക്കാൻ. ഞാൻ അവസാനിപ്പിക്കാൻ പറയാൻ ഒരുപാട്, ഒരു കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കാൻ. റസൂൽ പറഞ്ഞു, മറ്റൊന്ന്, നമുക്ക് റബ്ബിന്റെ സാമീപ്യം നേടിയെടുക്കാൻ അത് സൽസ്വഭാവമുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഇന്ന മിൻ അഹബ്ബകും ഇലയ്യ വഅഖറബകും മിന്നി മജ്ലിസൻ യൗമിൽ ഖിയാമത്തി അഹാസിനുകും അഖ്ലാഖ. റസൂൽ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ്, റബ്ബ് പറയാം, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്, എന്റെ അടുക്കൽ എന്റെ മജ്ലിസിൽ ഏറ്റവും എന്നോട് സാമീപ്യമായിട്ടുണ്ടായിരിക്കുന്നത് ആരാണെന്ന് അറിയുമോ? യൗമുൽ ഖിയാമ നാളില് അഹാസിനുകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവമുള്ള ആൾക്കാരാണ്.
സൽസ്വഭാവമുള്ളവരാണ്. പ്രിയമുള്ളവരെ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ഇബാദത്തിലൊക്കെ ഉഷാറാക്കണം. നിസ്കാരം മാഷാ അല്ലാഹ് ഉഷാറാണ്, സകാത്തൊക്കെ മാഷാ അല്ലാഹ് ഉഷാറാണ്, സാധുക്കളെ സഹായിക്കൊക്കെ ചെയ്യും. പാറ്റ മോശം അതുണ്ടാവരുത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖുള്ള ആളായിരിക്കും. ഏറ്റവും നല്ല മാതൃ റസൂലിലുണ്ട്. എന്തിലൊക്കെ? എല്ലാ കാര്യത്തിലും ഒരു നല്ല സ്വഭാവമുള്ള ആൾ എങ്ങനെയാവണം നോക്കൂ. ഈ റമദാൻ മാസം നമ്മൾ ശീലിക്കേണ്ട ഒന്ന് സബർ, ക്ഷമ. ചില ആൾക്കാരെ ആണെങ്കിൽ റസൂലിന്റെ അടുത്ത് ഒരാൾ ഒന്ന് ചോദിച്ചു, റസൂലെ എനിക്ക് എന്നെ ഉപദേശിക്കണം, എനിക്കൊരു വസിയത്ത് നൽകാം. റസൂൽ കൊടുത്ത ഉപദേശം എന്താ? വേറെ എന്തെങ്കിലും വേറെന്താ ഉപദേശം? 3 പ്രാവശ്യം റസൂൽ അയാൾക്ക് കൊടുത്ത ഉപദേശം ദേഷ്യം പിടിച്ചു തരും. നമ്മളെ കൂടെ ചില ആൾക്കാർ കൊടുക്കുന്ന ഉപദേശമാണ് കോപിക്കരുത്, വെറുതെ ദേഷ്യം പിടിച്ചു കേട്ടോ. ചില ആൾക്കാരുടെ ഭാര്യ ഇങ്ങോട്ട് നോക്കി ഒരു കാര്യം പറയണം, അയാൾ എന്താ കാരണം കൂടി ചോദിക്കാൻ അപ്പോഴേ അങ്ങോട്ട് കുട്ടികൾ എന്താ പറയും? കുട്ടികൾക്ക് ചില വാപ്പാര് പറയും, ഞാൻ അങ്ങോട്ട് പെരേക്കണി ചെന്നാലേ ആരും മുണ്ടൂല, ഇയാളെന്താ ഭീകര ജീവിയാണ്, മുണ്ടാതൊക്കെ അല്ലേ ഉണ്ട് നമ്മൾ എല്ലാരും പേടിച്ചിരിക്കണം. അത് വലിയ കാര്യം നല്ലത്. ഒരാള് മുണ്ടൂലിട്ട് ഞാൻ വന്നാൽ അതിലെന്ത് കാര്യമുള്ളത്? നിങ്ങൾക്ക് എന്ത് സന്തോഷമുള്ളത്? നമുക്കും സന്തോഷമാണ്, പെരക്കാരും സന്തോഷമല്ല. ഇയാളങ്ങോട്ട് പോയി കിട്ടിയാൽ മതി. നമ്മൾ പെരക്കാരാലോചിച്ചു, നമ്മൾ കുട്ടികളാലോചിച്ചു, അങ്ങനെ എന്ത് ജീവിതമുള്ളത്? എന്തുകൊണ്ടാണ്? നമ്മൾ സ്വഭാവം കൊണ്ടാണ് വരുന്നത്. നമ്മൾ കുറച്ച് സോഫ്റ്റ് ആവാൻ നമ്മൾ ശ്രദ്ധിക്കില്ല. നിങ്ങളൊരു മൊരടനായിരുന്നെങ്കിൽ, നിങ്ങളൊരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ റസൂലെ നിങ്ങളെടുത്തുന്ന ആൾക്കാർ ഓടിപ്പോയിരുന്നാണ്. ഖുർആൻ പറഞ്ഞ പ്രയോഗം. റസൂൽ അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് ഹൃദയ വിശാലത ഉണ്ടാണ്. വിശാലത ഹൃദയം നമുക്ക് പഠിച്ചം പ്രാർത്ഥിക്കണം. പഠിച്ചോണ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ളത് ഹൃദയ വിശാലത എനിക്ക് തരണേ എന്നുള്ളത്. കുട്ടികളൊക്കെ പറഞ്ഞ കേൾക്കാൻ, പെണ്ണുങ്ങളോട് മര്യാദ പെരുമാറാൻ, ചിരിക്കാൻ, ചില ചിരിക്കും കൂടില്ല. നമ്മളെ കുടുംബത്തിലുണ്ടാവും, പള്ളിക്കലുണ്ടാവും, മഹലിലുണ്ടാവും. ആൾക്ക് ഉഷാറാണ്, വിവാദത്തിലൊക്കെ ഉഷാറാണ്. പക്ഷെ ഒരു മനുഷ്യൻ കണ്ടാൽ ചിരിച്ചില്ല. സലാം പറഞ്ഞാൽ പോലും ചിരിക്കാതെ കുറെ മനുഷ്യന്മാർ. റസൂൽ പറഞ്ഞത് തന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടാന്നുള്ളത് പോലും പുണ്യാണ് പഠിപ്പിച്ച ദീന്റെ ആൾക്കാരാണ് നമ്മൾ. ആ മുസ്ലിങ്ങളാണ് നമ്മൾ. നമ്മൾ ഇങ്ങനെ മസ്ലിം പിടിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു മനുഷ്യനോട് ചിരിച്ചില്ല. പുഞ്ചിരിക്കാൻ, മാന്യമായ വർത്തമാനങ്ങൾ പറയാൻ, സലാം പറയാൻ. വീട്ടിലേക്ക് മക്കളുണ്ടാവും, നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ കയറിച്ചില്ല, മുട്ടിയോട് ചിരിച്ചിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞോണ്ടി ഒരു സന്തോഷകരമാണ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ റസൂൽ നീച്ചു നിന്ന് സ്വീകരിക്കാൻ പോകും. നമ്മൾ നീച്ചിക്കൊന്നും വേണ്ട, നമ്മളെ കുട്ടികൾ പെരേക്ക് മെയിൻ്റെ ആക്കും. ഞാൻ പറഞ്ഞതാണ്, റസൂലിന്റെ സ്വഭാവം നമ്മൾ മാതൃകയാക്കണം. കുട്ടികളെ പരിഗണിക്കുക എന്നുള്ളതാണ്. ചെറിയ ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. കുട്ടികൾ റസൂലിനെ എണീറ്റ് ചെന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വീകരിക്കും. അങ്ങോട്ട് ചെന്നിട്ട് ചെറുതും വലുതായപ്പോൾ അങ്ങനെ തന്നെ. നമ്മളെ കുട്ടികൾ എന്താണ്? ഭാര്യയോട് എങ്ങനെയാണ്? ജോലിക്കാരോട് എങ്ങനെയാണ്? വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെറുപ്പക്കാരായുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, നമുക്കറിയാം ഇന്ന് പൊറുക്കാൻ കഴിയില്ല, ക്ഷമിക്കാൻ കഴിയില്ല. ഓനെ നോക്കി എന്തിനാ തല്ലുണ്ടായത്? ക്യാമ്പസിൽ നോക്കിയേനെ. ഞാൻ പഠിപ്പിക്കുന്ന കൊണ്ടോട്ട് EMA കോളേജിലാണ്. അവിടെയൊക്കെ അടിനാണ് കാരണങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഭയങ്കര കോമഡിയാണ്. അടിയെന്നൊക്കെ പറഞ്ഞാൽ സീരിയസ് ആയി പൊരിഞ്ഞടിച്ച് അടിയുന്നുണ്ടായിട്ട് ആളുപാടും ചോരയൊക്കെ കുളിച്ച് പോലീസൊക്കെ വരുമ്പോൾ എന്തിനാ തല്ലിട്ടായത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പല പല തമാശകളെ നമുക്ക് തോന്നും. വളരെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തല്ലുണ്ടായിട്ടുണ്ട്. വണ്ടി നിർത്തുന്ന സന്ദർഭത്തില് മറ്റോന്റെ വണ്ടി ഇങ്ങനെ കയറ്റുമ്പോ ഇവ ഇൻഡിക്കേറ്റർ ഇട്ടില്ല, കുത്താൻ പോയി, കുത്തിയിട്ടൊന്നുമില്ല, കുത്താൻ പോയി. ഒരുത്തൻ ഇവിടെ നടന്നു പോകുമ്പോ നോക്കി ചിരിച്ച്, പടച്ചോനക്കറിയാം ഓൻ വേറെ എന്റെ കാലത്ത് ചിരിച്ചതാക്കാരി, ഇവന്റെ മൂത്തുക്കായി പോയി എന്നുള്ളത് മാത്രം തല്ലി. ഒരുത്തൻ നല്ല ബാച്ച് മൊത്തമാക്കി. ഞാൻ പറഞ്ഞത് പുറത്തൊടുക്കാൻ, ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. തവാളും ഉണ്ടാവണം. ഒരാൾ വിട്ടുവീഴ്ച ചെയ്തെടുത്താൽ നമുക്ക് പഠിച്ചോ അതിലൂടെ നമ്മുടെ ദറജ ഉയർത്തി തരാന്നല്ലാതെ നമ്മൾ താവണില്ല. നമുക്ക് അവൻ തിരിച്ചടിക്കാൻ നല്ല അവസരം ഉണ്ടായിരുന്നു, അവൻ ഉപദ്രവിക്കാൻ നല്ല സാഹചര്യം ഉണ്ടായി. പക്ഷെ ഞാൻ ചെയ്യാതിരുന്നത് അതിന്റെ ഈ മുസ്ലിം ആയതുകൊണ്ടാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. സ്വഭാവത്തിൽ ക്ഷമ ഉണ്ടാവണം, വിട്ടുവീഴ്ച ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം. സത്യസന്ധത പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടാവേണ്ട ഒന്നാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും നുണ പറയുന്ന ശീലങ്ങളിലേക്ക് മാറാം. എല്ലാവരോട് നുണ പറയും. മക്കളോട്, മാതാപിതാക്കളോട്, അധ്യാപകരോടൊക്കെ കളവ് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാർ മൊത്തം വിളിച്ചിട്ടുണ്ടായിരുന്ന അല്ലമീൻ എന്നാണ്, വിശ്വസ്തനാണ്. ചോദിച്ചില്ലേ, ഈ മലന്റെ പിന്നിൽ നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കും. കാരണം ഈ അല്ലമീനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അന്നത്തെ കാലം മാത്രമൊന്നല്ല, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടം. നമ്മുടെ അറബികൾ വന്നിട്ട് ഇവിടെ നാട്ടുകാരെ ആളുകൾ പലപ്പോഴും പല വിശ്വസിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളായിരുന്നു. കെ മൗലവിയെ കുറിച്ച് ഒരു കാര്യം പറയാറുണ്ട്. കെ മൗലവിയെ കുറിച്ച് തിരങ്ങാടി എത്തിങ്ങാനിരിക്കുന്ന സന്ദർഭത്തില് അദ്ദേഹത്തെ കാണാൻ ഒരാൾ കാണാൻ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു, എന്റെ മകളുടെ കല്യാണമാണ്, സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ്, നിങ്ങൾ സഹായിക്കണം. അപ്പോ അങ്ങനെ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം പൈസ സഹായിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അത് പോകുന്ന വഴിയിൽ അദ്ദേഹം പോയി. അപ്പോ കെ മൗലവിയുടെ അടുത്തുണ്ടായിരുന്ന ആൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ വന്ന ആൾക്ക് അങ്ങനെ മകളുള്ളതായിട്ട് അറിയില്ല, അയാൾ കളവ് പറയാൻ തോന്നുന്നുണ്ട്. അപ്പൊ കെ മൗലവി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയാൾ മുസ്ലിം അല്ലേ, അയാൾ നുണ പറയും? നമ്മളെ കുറിച്ച് ആലോചിച്ചോക്കണേ. നമ്മള് ഒരു കാര്യം നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിലുള്ള വിശ്വസിച്ചോ? നമ്മളെ പെണ്ണുകൂടെ ഒന്ന് പറയണേ, നോക്കി ഇന്ന് തറാവിന്റെ ശേഷം പള്ളിക്കൽ ബിരിയാണി കൊടുക്കണ്ടല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത്, ഉറപ്പായിട്ട് നുണന്നെ എന്ന് ചില ആൾക്കാരെ പറ്റി പറയും. ചില മക്കളെ ചങ്ങന്മാരൊക്കെ പറഞ്ഞാൽ ചില പറഞ്ഞു ഉറപ്പാണ്. നമ്മളെ വാക്കിന് എന്ത് വരെയുള്ളത്? നമ്മൾ മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞത് ചിലരൊക്കെ ഇവിടുന്ന് പള്ളിക്കന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ല, എവിടെത്തി? കൊണ്ടോട്ടി എത്തി. എന്തിനു നുണ മനസ്സിലാണില്ല. കളവ് പറയണം, കാര്യത്തിൽ അനാവശ്യമായിട്ട് വെറുതെ നുണ പറയാ. പള്ളിക്കലാണ് ഇറങ്ങണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും വരാനൊന്നുമില്ല, എന്നാൽ നമ്മൾ കളവ് പറയുന്നേ. മാറ്റണം, നമ്മൾ സ്വഭാവം നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ സൽസ്വഭാവമുള്ളവരായിട്ട് മാറുമ്പോഴാണ് പ്രിയമുള്ളവരെ റബ്ബ് നമുക്ക് മനുഷ്യന്മാർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവും, റബ്ബ് നമ്മളോട് ഇഷ്ടമുണ്ടാവും. നാളെ പരലോകത്ത് ഏറ്റവും കവനം തോന്നുന്നതിൽ ഒന്നാണ് ഈ ഉസ്റുൽ ഹുസ്നുകൾ. ഈ റമളാനെ കഴിഞ്ഞ് നമ്മളെ സഹായിക്കട്ടെ. അതിനൊരു പരിശീലനകാരിയായിട്ട് നമുക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? നമുക്ക് പരിശുദ്ധ റമളാൻ നമ്മളെ കൊണ്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആ രൂപത്തിലേക്ക് പരിശുദ്ധമായ ഈ റമളാൻ മാസം ഉപയോഗപ്പെടുത്തി റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും ആ റബ്ബിന്റെ കുർബത്ത് അനുഭവിക്കാനും ഈമാനികമായ ഒരു ഹലാവത്ത് ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ആസ്വദിക്കാൻ. ഞാനൊരു മുഅ്മിനായതിന്റെ പേരിൽ അള്ളാന്റെ ആളാണ് ഞാൻ, റബ്ബിനെയാണ് എനിക്ക് ഇഷ്ടം, ആ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, ആ റബ്ബ് എന്ത് വിഷയത്തിലും എന്റെ കൂടെ ഉണ്ടാകും, എന്നെ സഹായിക്കും, എനിക്ക് എന്റെ പ്രയാസങ്ങളിൽ കൂടെ ഞാൻ തളരില്ല, സങ്കടപ്പെടില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റണം. അവസാനിപ്പിക്കാൻ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖൗഫ് എന്നാല് ഓൽക്ക് വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പേടി ഉണ്ടാവില്ല, കാരണം അത് ശരിയാക്കി തന്നോളൂ പഠിച്ചോന്നല്ല. വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടേ നിൽക്കൂല. അങ്ങനെ പറ്റിയില്ലേ, അങ്ങനെ കഴിഞ്ഞില്ലേ, അങ്ങനെ ആയില്ലേ, അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇടങ്ങാറാവൂല. കാരണം എന്താ? അത് പഠിച്ചോന്ന് അള്ളാഹ് ഉൾക്കൊള്ളൂ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ഏത് നിസ്കാര നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. പഠിച്ചോനെ, നീ തരാൻ ഉദ്ദേശിച്ച് തടയാൻ ആരെ കൊണ്ട് പറ്റൂല, നീ തടഞ്ഞ ഒന്ന് തരാൻ ആരെ കൊണ്ട് പറ്റൂല. പഠിച്ചോ തരാൻ ഉദ്ദേശിച്ചു കിട്ടുക ചെയ്യും. അത് ഇപ്പൊ സംഭവിച്ചു. ഈ ജോലി കിട്ടിയത് അതുകൊണ്ടാണ്. ഈ ജോലി പോയതോ അത് റബ്ബിന്റെ കഥ, എന്തെങ്കിലും ഹൈർ അതുകൊണ്ട് ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. നമുക്ക് ചിന്തിക്കുകയാണ്. പക്ഷെ അതിപ്പോ ജോലിയില്ല, ഇൻഷാ അല്ലാഹ് റബ്ബ് ജോലി തരും, ഞാൻ അവന് വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇപ്പൊ അസുഖമാണ്, നമ്മൾ പ്രാർത്ഥിക്കുക, ചികിത്സിക്കുക, റബ്ബ് ശിഫയാക്കി തരും. ഇപ്പൊ നമുക്ക് സന്താനങ്ങളില്ല, ചികിത്സിക്കുക, റബ്ബ് സന്താനങ്ങൾ പ്രദാനം ചെയ്യും, രോഗം മാറ്റി തരും. ഇങ്ങനെ നമുക്ക് ഒരു പേര് ബേജാറുണ്ടാവും ജീവിതത്തെ കുറിച്ചിട്ട്. ദുഃഖിക്കുന്നവരുമാവൂല. ആ രൂപത്തിലേക്ക് റബ്ബിനെ കുറിച്ച് യഥാവിധി മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിനെ മനസ്സിലാക്കാൻ, റബ്ബിനെ ഉൾക്കൊള്ളാൻ, റബ്ബിന്റെ ഖുർബത്ത് അനുഭവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും റബ്ബിനെ തവക്കുലാക്കി ജീവിക്കുന്ന മുതവക്കിലിനെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ നോറ്റ നോമ്പുകളെല്ലാം അള്ളാഹു അതിന്റെ പൂർണ്ണമായ പ്രതിഫലത്തോടെ റബ്ബ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ റബ്ബിലേക്ക് പരിശുദ്ധമായ റമളാനിലൂടെ നമ്മുടെ ഇബാദത്തുകളിലൂടെ മറ്റു അമൽ സ്വാലിഹാത്തുകളിലൂടെ ആ റബ്ബിലേക്ക് അടുക്കുന്ന യഥാർത്ഥ ഇബാദീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പാരായണങ്ങളും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നമ്മുടെ സ്വതക്കുകളും എല്ലാം അതിന്റെ പൂർണ്ണ പ്രതിഫലത്തോടെ റബ്ബ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകി
അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, പണ്ഡിതന്മാർ എല്ലാവരും കബറിടങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على محمد. السلام عليكم ورحمه الله. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم.